വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മേജർ 5 ICT ട്രേഡിംഗ് മിസ്റ്റേക്സ് ആണ്. നിങ്ങൾ ICT ട്രേഡിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ചാൻസ് ഉള്ള, നിങ്ങൾ വരുത്താൻ ചാൻസ് ഉള്ള ഒരു 5 മിസ്റ്റേക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേരുടെ സജഷൻസ് വീഡിയോ കൂടിയാണ് ICT മിസ്റ്റേക്സ് പറയുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ ICT ട്രേഡിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ICT ട്രേഡിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ ICT പഠിക്കാൻ ICT എൻട്രി ടെക്നിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ നമ്മൾ പറയുന്ന ഒരു 5 മിസ്റ്റേക്സ്, ഈ 5 മിസ്റ്റേക്സിൽ നിങ്ങൾ എത്ര മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എന്താണ്, വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, മുഴുവനായിട്ടിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു T4T. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാത്ത ഫസ്റ്റ് മിസ്റ്റേക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇഗ്നോറിങ് ദ ഹയർ ടൈം ബയാസ് ആൻഡ് സ്ട്രക്ചർ. എന്താണ് ഇഗ്നോറിങ് ദ ഹയർ ടൈം ഫ്രെയിം ബയാസ് ആൻഡ് സ്ട്രക്ചർ? എന്താണ് ഈ ഹയർ ടൈം ഫ്രെയിം ബയാസ്, അതുപോലെ എന്താണ് ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചർ എന്ന് പറയുന്നത്? നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുകയാണെങ്കിൽ എന്താണ്, when traders ignore higher time frame bias and structure, they miss out on understanding the overall market direction ആൻഡ് കീ ലെവൽസ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, അവർ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ബയാസും അതുപോലെ ഹയർ ടൈം ഫ്രെയിമിൻ്റെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും മനസ്സിലാക്കില്ല. ഓക്കെ, ഇപ്പം എന്താണ്, 5 മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും, അയാളുടെ അനാലിസിസ് എങ്ങനെയാണ്, ഒരു 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 എന്താണ് പറയുക, ഒരു മിസ്റ്റേക്കിലി ചെയ്യുന്ന ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, 5 മിനിറ്റിൽ തന്നെ ഇമ്പോർട്ടൻസ് ലെവൽസ് അയാൾ ഒരു കാരണവശാലും എന്താണ്, ഒന്ന് ഒരു 1 അവറിലേക്കോ 1 ഡേയിലേക്കോ 1 വീക്കിലേക്കോ ഒന്ന് മാർക്കറ്റിനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് നടത്തിയും കൊണ്ട് മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യാൻ അയാൾക്ക് കഴിയില്ല. കാരണം എന്താ, അയാൾ ലോ ടൈം ഫ്രെയിമിലാണ് അയാളുടെ അനാലിസിസ് അയാൾ ഒരുപാട് കാലമായിട്ട് പഠിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷനും മാർക്കറ്റിൻ്റെ കീ ലെവൽസും അത് അങ്ങനെ ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് മാർക്കറ്റിനെ സ്റ്റിച്ച് ചെയ്യേണ്ടത് വളരെ റെലവൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദിസ് ക്യാൻ ബി ലീഡ് ടു എൻറ്ററിങ് ട്രേഡ് അഗെയിൻസ്റ്റ് ദ ട്രെൻഡ് ഓർ ഫോളോയിങ് ടു സീ വേർ ദ സിഗ്നിഫിക്കൻറ്റ് മൂവ്സ് മൈറ്റ് ഒക്യൂർ. ഓക്കെ, അപ്പോൾ ഇതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ, എന്തിനാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നത്, നമുക്ക് ബയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ മാർക്കറ്റിൻ്റെ നിയർ കറൻറ്റ് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ അലൈൻമെൻറ്റ് നടത്തുന്നത് കൊണ്ട് തന്നെ എന്താണ്, മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഒരു ഇമ്പൾസീവ് വേവിലാണോ ഒരു കറക്റ്റീവ് വേവിലാണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഫോൾസ് മൂവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബൈ അലൈനിങ് വിത്ത് ദ ടൈം ഫ്രെയിം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൈ അലൈനിങ് വിത്ത് ദ ടൈം ഫ്രെയിം സ്ട്രക്ചർ traders can improve their entry timing and trade decision or increasing the probability of success in their trades. ഓക്കെ, അപ്പോൾ എന്താണ്, ഇങ്ങനെ ടൈം ഫ്രെയിംസ് അലൈൻ ചെയ്തുകൊണ്ട്, എന്താണ് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഈ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ 5 മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് 1 അവർ 4 അവർ ഇങ്ങനെ ടോപ്പിലേക്ക് ടൈം ഫ്രെയിംസിനെ അലൈൻ ചെയ്ത്, ഓക്കെ, ടൈം ഫ്രെയിംസ് ഇങ്ങനെ മാറ്റി മാറ്റി പോകുന്ന സമയത്ത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ ഓവറോൾ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ അതിനനുസരിച്ചൊരു ആക്ഷൻ ചെയ്യുമ്പോഴായിരിക്കും എന്തൊക്കെ കൂടുന്നത്, നമ്മളുടെ എൻട്രി ടൈമിങ്ങും അതുപോലെ നമ്മളുടെ എൻട്രി ട്രേഡ് ഡിസിഷൻസും അതുപോലെ നമ്മളുടെ പ്രൊബാബിലിറ്റി ഓഫ് സക്സസ്, നമ്മളെ വിന്നിങ് റേറ്റ് കൂടാനുള്ള ചാൻസ് അപ്പോഴാണ് കൂടുതൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇഗ്നോറിങ് ദ ഹയർ ടൈം ഫ്രെയിം ബയാസ് ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ വരുത്തേണ്ട ഒരു കാര്യം എന്താണ്, ഹയർ ടൈം ഫ്രെയിം ബയാസും ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചറും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഹയർ ടൈം ഫ്രെയിം. ഓക്കെ, ഒരുപാട് പേർക്ക് വരുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഏതാണ്, ഞാൻ ഇൻട്രാഡേ ചെയ്യുന്ന വ്യക്തിയാണ്, എനിക്ക് ഏതാണ് ഹയർ ടൈം ഫ്രെയിം, ഞാൻ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്താണ്, എൻ്റെ ഹയർ ടൈം ഫ്രെയിം ഏതാണ്? ഓക്കെ, അപ്പം ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങളൊരു ഡേ ട്രേഡർ ആയിക്കോട്ടെ, എന്താണ് ഇക്വിറ്റി
ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ബൈ ആയോ സെല്ലായോ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബയാസ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റത്തത് നമ്മൾ എഴുതിയത് ബയാസ്. ബയാസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ ഡയറക്ഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നെക്സ്റ്റ് മാർക്കറ്റ് ഏതർ മുകളിലേക്കോ ഇതർ താഴേക്കോ മാർക്കറ്റിൻ്റെ ഒരു മൂവിനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലും വീക്ക്ലി ടൈം ഫ്രെയിമിലും എന്താണ് മാർക്കറ്റ് നമ്മളോട് പറയുന്നത്, അതാണ് നമ്മളുടെ ബയാസ്. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ് ബയാസ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമുക്കൊരു 3 ടൈം ഫ്രെയിംസ് വേണമെന്ന് ഞാൻ ഒരുപാട് കാലമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊരു വെദർ ഇൻട്രാഡേ ട്രേഡ് ആയിക്കോട്ടെ സ്വിംഗ് ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ഹയർ ടൈം ഫ്രെയിം, അതിനുശേഷം ഒരു മീഡിയം ടൈം ഫ്രെയിം, അതിനുശേഷം ഒരു ലോവർ ടൈം ഫ്രെയിം. ഈ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 hour ആയിരിക്കണം നിങ്ങളുടെ ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ. ഓക്കെ, അതുപോലെ മീഡിയം ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 minute ആയിരിക്കണം. ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 minute, 3 minute, 1 minute. ഇതൊക്കെ എന്താണ് ഒരു മൈക്രോ ടൈം ഫ്രെയിംസ് ആണ്. ഇത് ഓൺലി യൂസിങ് ഫോർ എൻട്രി ആൻഡ് കൺഫോർമേഷൻ. എൻട്രിക്കും കൺഫോർമേഷനും വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നമ്മൾ ലോവർ ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്, വെദർ 5 minute ആയാലും 3 minute ആയാലും 1 minute ആയാലും. ഓക്കെ, അപ്പം 5 minute ഒക്കെ വെച്ചിട്ട് ഇത്രയും വലിയൊരു മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കുക. 5 minute-ലും 3 minute-ലും ഒന്നും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ ഡയറക്ഷൻ മനസ്സിലാവില്ല. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഡെയിലി വീക്കിലിയിൽ പോയിട്ട് എന്താണ് മാർക്കറ്റിൻ്റെ ഓവറോൾ കണ്ടീഷൻ, അതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ എന്താകും, മാർക്കറ്റ് ഏതർ അപ്പിലേക്ക് പോവോ ഡൗണിലേക്ക് പോകുമോ എന്നുള്ള ആൻറ്റിസിപ്പേഷൻ പ്രോസസ്സായിട്ടുള്ള ബയാസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രാഡേ ട്രേഡർ ബയാസ് നോക്കേണ്ടത് എപ്പോഴും ഡെയിലി വീക്കിലി ടൈം ഫ്രെയിമിലായിരിക്കണം. അതുപോലെ നമ്മളുടെ ഫസ്റ്റ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിം 1 hour ആയിരിക്കണം. സെക്കൻഡ് എന്ന് പറയുന്നത് മീഡിയം ടൈം ഫ്രെയിം 15 minute ആയിരിക്കണം. തേർഡ് ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 3 minute, 5 minute ആയിരിക്കണം. ഓക്കെ, ഇൻ കേസ് ഇനി ഞാനൊരു സ്വിംഗ് ട്രേഡറാണ്, എൻ്റെ ബയാസ് കാണേണ്ടത് എന്താണ്, 1 month-ലാണ് ഞാൻ കാണേണ്ടത്. ഓക്കെ, മന്ത്ലി ടൈം ഫ്രെയിമിലായിരിക്കണം ഞാൻ ബയാസ് കാണേണ്ടത്. അപ്പോൾ പലരും ചോദിക്കും മന്ത്ലി കുറച്ച് ഹയർ അല്ലേ അത്. ഒബ്വിയസ്ലി എന്താണ്, നിങ്ങൾ വീക്കിലിയിൽ എടുത്താലും മതി. വീക്കിലിയിലോ മന്ത്ലിയിലോ ഒരു ബയാസ് നിങ്ങൾ കാണണം നിങ്ങൾ സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ. അതുപോലെ തന്നെ എന്താണ്, സ്വിംഗ് ട്രേഡർക്കും വേണം 3 ടൈം ഫ്രെയിം. ഒരു ഹയർ ടൈം ഫ്രെയിം വേണം, ഒരു മീഡിയം ടൈം ഫ്രെയിം വേണം, ഒരു ലോവർ ടൈം ഫ്രെയിം വേണം. ഹയർ ടൈം ഫ്രെയിമും മീഡിയം ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഓൺലി ഫോർ അനാലിസിസ്. ഓക്കെ, ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് അവിടെ എൻട്രി ആൻഡ് കൺഫോർമേഷൻ മാത്രമേ നിങ്ങൾ ആ ടൈം ഫ്രെയിമിൽ ചെയ്യാൻ പറ്റൂ. ഒരു സ്വിംഗ് ട്രേഡർക്ക് ഒരു ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ഡേ ക്യാൻഡിൽസ് നമുക്ക് എടുക്കാം. ഡേ ടൈം ഫ്രെയിം നിങ്ങൾക്ക് എന്താണ് ഒരു ഹയർ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കാം. 1 hour എന്തായിട്ട് എടുക്കാം, ഒരു മീഡിയം ടൈം ഫ്രെയിം ആയിട്ട് എടുക്കാം. ലോവർ ടൈം ഫ്രെയിം ആയിട്ട് ഒരു 15 minute-ഓ 30 minute-ഓ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മളുടെ ബയാസിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി, വീക്കിലി, അതുപോലെ എന്താണ് 1 hour-ൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. 1 hour-ൽ എന്താണ്, 1 hour-ൽ ഓവറോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അതേപോലെ എന്താണ് സ്വിംഗ് ട്രേഡർക്കാണെങ്കിൽ എന്താണ് ബയാസ് കാണേണ്ടത് മന്ത്ലി, ഇൻ കേസ് നിങ്ങൾ വീക്കിലിയിൽ നോക്കിയാലും കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ എന്താണ് ഹയർ ടൈം ഫ്രെയിം ഡെയിലി ക്യാൻഡിൽ എന്താണ് നിങ്ങൾക്ക് സ്ട്രക്ചർ കൂടി ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ ഇനി പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്, നിങ്ങൾ മീഡിയം ടൈം ഫ്രെയിമിലും ലോവർ ടൈം ഫ്രെയിമിലും ബയാസ് കാണാൻ പോകരുത്. ഓക്കെ, മാക്രോ ലെവലിലായിരിക്കണം നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടത്. മൈക്രോ ടൈം ഫ്രെയിമിൽ നമ്മൾ അനാലിസിസ് ചെയ്യാൻ പാടില്ല. പകരം എന്താണ്, മൈക്രോ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഓൺലി ഫോർ എൻട്രി ആൻഡ് കൺഫോർമേഷൻ. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവം എങ്ങനെയാണ് ബയാസ് കാണുന്നത് എന്ന് നമുക്കെന്താണ് ഒന്ന് ചാർട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ 1 week ടൈം ഫ്രെയിമിൽ ബയാസ് കാണാൻ വേണ്ടി പോവാണ്. ബയാസ് ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, ബയാസും സ്ട്രക്ചറും. ഓക്കെ, ബയാസ് എന്ന് പറയുന്നത് എന്താണ്, ബയാസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ നെക്സ്റ്റ് ഒരു മൂവ് എന്താണ്, അല്ലെങ്കിൽ ഇനി എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് നമ്മൾ എന്താണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ് ഒരു ബയാസ് ക്രിയേഷൻ നമ്മൾ നടത്തിയിരിക്കണം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 week ടൈം ഫ്രെയിമിലാണ് ഇപ്പം നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട്. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക്
മേജർ ആയിട്ടുള്ള ഒരു സ്വിങ് ഹൈ സ്വിങ് ലോ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു മേജർ ആയിട്ടുള്ള എന്ത് ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു നിൽക്കുകയാണ്. സ്ട്രക്ചർ ബ്രേക്ക് മേജറായിട്ട് നിങ്ങൾ നോക്കൂ, ഒരു മേജറായിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു നിൽക്കുകയാണ്. ഈ സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുന്ന സമയത്ത് എന്താണ് ഈ ലോ, ഓക്കെ, താഴെ സ്വീപ്പ് ചെയ്തത് ഈ ഒരു ലോയാണ്. ഓക്കെ, നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു ലോ എന്ന് പറയുന്നത് ഇതാണ്, മേജർ ആയിട്ടുള്ള ഒരു സ്വിങ് ലോ. ഓക്കെ, മേജർ ആയിട്ടുള്ള ഒരു സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇതാണ്, മേജർ ആയിട്ടുള്ള ഒരു സ്വിങ് ഹൈ. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിളായിട്ട് മനസ്സിലാക്കാം. വീക്ക്ലി ടൈം ഫ്രെയിം എടുത്തിട്ട് സ്വിങ് ലോ സ്വിങ് ഹൈ മാർക്ക് ചെയ്യുക. വീക്ക്ലി ടൈം ഫ്രെയിം എടുത്തിട്ട് സ്വിങ് ഹൈ സ്വിങ് ലോ മാർക്ക് ചെയ്യുക. ചിലപ്പോൾ എന്തായിരിക്കും, ഈ ക്യാൻഡിൽ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ സ്വിങ് ഹൈ ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ എന്താണ്, നമ്മൾ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വിങ് ഹൈയും സ്വിങ് ലോയും എന്താണ് മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ സ്വിങ് ഹൈയും സ്വിങ് ലോയും ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഫിബ് റീട്രേസ്മെൻ്റ് എടുത്തിട്ട് സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിബ് റീട്രേസ്മെൻറ്റ് വരയ്ക്കുന്നു. ഓക്കെ, സിമ്പിളാണ്. നമ്മൾ എന്താണ് ആദ്യം കണ്ടത്, വീക്ക്ലി ടൈം ഫ്രെയിമിൽ ബയാസ് കാണുന്ന സമയത്ത് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നിഫ്റ്റിയുടെ ചാർട്ടാക്കി. നമ്മളെന്താണ് ഒരു മേജറായിട്ടൊരു സ്ട്രക്ചർ ബ്രേക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഒരു മേജറായിട്ടുള്ളൊരു സ്ട്രക്ചർ ബ്രേക്കിന് എപ്പോഴും താഴെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി എടുത്തിരിക്കണം. ആ ലിക്വിഡിറ്റിയാണ് ഇത്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് വേണമെങ്കിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അതിനുശേഷം എന്താണ്, എനിക്കൊരു സ്വിങ് ലോയും കിട്ടി, സ്വിങ് ഹൈയും കിട്ടി. ഓക്കെ, ഇപ്പം ഇതാണ് മാർക്കറ്റ് എന്തെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റിലെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ശ്രദ്ധിച്ച് കേൾക്കുക, വീക്ക്ലി ടൈം ഫ്രെയിമിൽ സ്വിങ് ലോ എന്ന് പറയുന്നതും സ്വിങ് ഹൈ എന്ന് പറയുന്നതും ഇത് രണ്ടുമാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് വീക്ക്ലിയിൽ നിഫ്റ്റിയുടെ റേഞ്ച്, ഇതാണ് നിഫ്റ്റീൻ്റെ വീക്ക്ലി റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ രണ്ട് കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ ഫിബ് റീട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ എടുക്കുന്നു. സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് നമ്മൾ ലെവല് പ്രൊജക്റ്റ് ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ലെവലിനെ ഞാൻ എപ്പോഴും പറഞ്ഞത് എന്താണ്, DRT ലെവൽസ്, ഡീലിംഗ് റേഞ്ച് തിയറി. നമ്മൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് ഡീലിംഗ് റേഞ്ച് തിയറി. ഈ ഡീലിംഗ് റേഞ്ച് തിയറി എന്ന് പറയുമ്പോൾ എന്താണ്, മാർക്കറ്റിൽ ഒരു സ്വിങ് ലോയും സ്വിങ് ഹൈ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്വിങ് ലോയിനെയും സ്വിങ് ഹൈനെയും നമ്മളെന്താണ് ഒരു റീട്രേസ്മെൻറ്റ് രീതിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയെ എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ സ്വിങ് ഹൈ സ്വിങ് ലോ ഫോർമേഷനിൽ സംഭവിച്ച ഈ ഒരു ഇമ്പൾസീവ് മൂവ്. ഓക്കെ, ഈ ഒരു ഇമ്പൾസീവ് മൂവ് ഇവിടെയാണല്ലോ മൂവ്മെൻറ്റ് സംഭവിച്ചത്. ഈ ഇമ്പൾസീവ് മൂവിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീപ്പ് പ്രീമിയം എന്ന് പറയുന്നത്. ഞാനിതിനെ DP എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, ഡീപ്പ് പ്രീമിയം. ഓക്കെ, അതിന് താഴെയുള്ളത് എന്താണ്, നോർമലി പ്രീമിയം. ഓക്കെ, അതിന് താഴെയുള്ളത് എന്താണ്, ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട്. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാത്തത്. ഓക്കെ, താഴെയുള്ളത് ഡീപ്പ് ഡിസ്കൗണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ മനസ്സിലാക്കി, ലിക്വിഡിറ്റി സ്വീപ്പ് മനസ്സിലാക്കി, സ്ട്രക്ചർ ബ്രേക്ക് മനസ്സിലാക്കി, സ്വിങ് ഹൈ സ്വിങ് ലോ ഫോർമേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു, ഫിബ് റീട്രേസ്മെൻറ്റ് വരച്ചു. അതിനുശേഷം എന്താണ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കി. ഇതെന്ന് പറയുന്നത് ഡീപ്പ് പ്രീമിയം, എന്താണ് ഇതെന്ന് പറയുന്നത് ഡീപ്പ് പ്രീമിയം, ഇതെന്ന് പറയുന്നത് നോർമൽ പ്രീമിയം, ഇതെന്ന് പറയുന്നത് ഡിസ്കൗണ്ട്, ഇതെന്ന് പറയുന്നത് എന്താണ്, ഡീപ്പ് ഡിസ്കൗണ്ട്. ഇനി ഒരൊറ്റ കാര്യം പാടിയുണ്ട്, എന്താണ്, ഇക്വിലിബ്രിയം, EQB. ഓക്കെ, ഈ ഒരു 50%, അതായത് ഈ 50% ആണ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി വന്ന് നിൽക്കുന്നത് എവിടെയാണ്, ഇക്വിലിബ്രിയത്തിലാണ് അല്ലേ. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒഴിവാക്കാണ്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി വന്ന് നിൽക്കുന്നത് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് വെച്ചാൽ പ്രൈസ് പ്രീമിയത്തിലുമല്ല ഡിസ്കൗണ്ടിലുമല്ല. എവിടെയാണ്, ഇക്വിലിബ്രിയത്തിൽ. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു പോയിൻറ്റിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പോയിൻറ്റിൻ്റെ കറക്റ്റ് 50%-ലാണ്
പ്രൈസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മളൊരു ബയാസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? വീക്ക്ലി ടൈം ഫ്രെയിമിൽ മേജർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് നടന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു, ഒരു സ്വിംഗ് ലോ ഫോർമേഷൻ നടന്നു, സ്വിംഗ് ഹൈ ഫോർമേഷൻ നടന്നു, നമ്മളൊരു ഫിബ് റീട്രേസ്മെൻറ്റ് വരച്ചു, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് എവിടെയാണ്? ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇനി എന്താണ്? വീക്ക്ലിയിൽ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാം, പ്രൈസ് ഇപ്പം നിൽക്കുന്നത് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് വെച്ചാൽ പ്രീമിയവും അല്ല ഡിസ്കൗണ്ടും അല്ല. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നു. എന്താണ്? 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നു. ഓക്കെ, 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താണ്? ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇതൊന്നുകൂടി ട്രാസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വരച്ച കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്, നമ്മളൊന്നും റിമൂവ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് വീക്ക്ലി റേഞ്ച് അല്ലേ? വീക്ക്ലി റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ് വീക്ക്ലി റേഞ്ച്. ഇൻ കേസ് നമ്മളെന്താണ് ഡെയിലി റേഞ്ച്, കാരണം എന്താ? വീക്ക്ലിയിൽ നമ്മൾ പഠിച്ചതുപോലെ, വീക്ക്ലിയിൽ നമ്മൾ നോക്കിയ പോലെ ഇപ്പോൾ പ്രൈസ് ഉള്ളത് ഇക്വിലിബ്രിയത്തിലാണ്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെയിലി റേഞ്ച് ഏതാണ്? ഒബ്വിയസ്ലി നമ്മൾ ഈ ഫിബ് റീട്രേസ്മെൻ്റ് എടുക്കുന്നു, ഇവിടേക്ക് വെക്കുന്നു. കാരണം എന്താണ്? ഇതാണ് എന്ത്? ഡെയിലി റേഞ്ച്. വീക്ക്ലി റേഞ്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇതാണ് വീക്ക്ലി റേഞ്ച്. വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നോക്കുന്ന സമയത്ത് ഇതാണ് വീക്ക്ലി റേഞ്ച്. പക്ഷെ നമ്മൾ ഡെയിലിയിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്? ഇതാണ് ഡെയിലിയിലെ റീസെൻറ്റ് സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ. ഓക്കെ, സിമ്പിളായിട്ട് പറയാം, ഇതാണ് എന്ത്? വീക്ക്ലി സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ എന്താണ്? ഡീപ്പ് പ്രീമിയം നമുക്കെന്താണ്? ഈ വീക്ക്ലിയിൽ നമ്മൾ വരച്ച ഈ ഒരു ബ്ലൂ മാർക്ക് എന്ത് ചെയ്യാം? ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ 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 ഡീപ്പ് പ്രീമിയം ഡിസ്കൗണ്ട്, ഡീപ്പ് ഡിസ്കൗണ്ട്, അതുപോലെ ഇക്വിലിബ്രിയം ഏതായിരിക്കും വരിക? ഇതാണ് ഇക്വിലിബ്രിയം വരുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ എവിടെയാണ് പ്രൈസ് നിൽക്കുന്നത്? സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഡെയിലി ക്യാൻഡിൽ, ലാസ്റ്റ് ഉണ്ടാക്കിയ ഡെയിലി ക്യാൻഡിൽ നിൽക്കുന്നത് ഡീപ്പ് ഡിസ്കൗണ്ടിലാണ് അല്ലേ? ഡീപ്പ് ഡിസ്കൗണ്ടിലാണ്. കാരണം എന്താണ്? നമ്മൾ പാറ്റേൺ നോക്കുന്ന സമയത്ത് റാലി ബേസ് റാലി ആ ഒരു ഫോർമേഷനിലാണ് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ളത്. നമ്മളെന്താണ്? നമ്മളുടെ ഡെയിലി സ്വിങ് ലോ എന്ന് പറയുന്നത് ഇതും, ഡെയിലി സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇതുമാണ്. കാരണം എന്താ? ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇതും, സ്വിങ് ലോ എന്ന് പറയുന്നത് ഇതും, സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇതും. അതിനെ നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്ന സമയത്ത് ഇപ്പം പ്രൈസ് നിൽക്കുന്നത് എവിടെയാണ്? ഡീപ്പ് ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമും എടുത്ത്, അതുപോലെ എന്താണ് ഡെയിലി ടൈം ഫ്രെയിമും എടുത്ത്, ഇതിൽ വീക്ക്ലിയിൽ പ്രൈസ് ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്? പ്രൈസ് നിൽക്കുന്നത് ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ എന്താണ് ഫിബ് വരയ്ക്കുന്ന സമയത്ത് നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഡിസ്കൗണ്ടിലാണ്. അതുപോലെ തന്നെ നമ്മളെന്താണ് നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ, ഒരു ബുള്ളിഷ് ബിസി എന്ന് നമ്മൾ പറയും. ഓക്കെ, ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് പ്രൈസ് നിൽക്കുന്നത്. കണ്ടോ നിങ്ങൾ പ്രൈസ് നിൽക്കുന്നത്? അപ്പോൾ സിമ്പിളായിട്ട് എൻ്റെ ബയാസ് ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഒക്ടോബർ 6 സൺഡേ ആണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ആ സമയത്തുള്ള എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ ആണ് ഞാൻ പറയുന്നത്. ഒബ്വിയസ്ലി നോക്കുകയാണെങ്കിൽ എന്താണ്? മാർക്കറ്റ് താഴെ പോവാം, മേലെ പോവാം. പക്ഷേ എന്താണ് മനസ്സിലാക്കുക? ഇപ്പം പ്രൈസ് നിൽക്കുന്നത് ഡിസ്കൗണ്ടിലാണ്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഡീപ്പ് ഡിസ്കൗണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ബയ്യേഴ്സ് ടെറിറ്ററി ആണ്. അവിടെ ബയ്യേഴ്സിനായിരിക്കും ഇൻട്രസ്റ്റ് കൂടുതൽ. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എന്താണ്? നാളെ ഒരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് പോകാം. കാരണം എന്താ? എൻ്റെ ബയാസ് അനുസരിച്ചിട്ട് പ്രൈസ് നാളെ എന്താണ്? ഒരു മൊമെൻറ്റം ചെറുങ്ങനെ മാർക്കറ്റിന് മുകളിലേക്ക് കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒബ്വിയസ്ലി എനിക്കറിയാം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വെരി ബാഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സെബിയുടെ റിപ്പോർട്ട്, അതുപോലെ പല എക്കണോമിക് ഇവൻറ്റ്സും എല്ലാം നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും എന്താണ്? നമ്മൾ പ്രൈസിനെ റീഡ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് നിൽക്കുന്നത് ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, അപ്പോൾ ബയാസ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി നമ്മൾ മിസ്റ്റേക്ക് നമ്പർ 2 പോകുന്നതിന് മുന്നേ നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ ഒരു ബയാസ് ഒന്നുകൂടി പറയാണ്. നമ്മൾ മാക്രോ ടൈം ഫ്രെയിം
നിങ്ങൾ ഇൻട്രാഡേ ആണ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി വീക്ക്ലി, നിങ്ങൾ സ്വിംഗ് ട്രേഡ് ആണ് ചെയ്യുന്നതെങ്കിൽ മന്ത്ലി വീക്ക്ലി, ഈ ടൈം ഫ്രെയിം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് മൂവിലാണോ ഒരു കറക്റ്റീവ് മൂവിലാണോ, മാർക്കറ്റിൽ മേജറായിട്ട് വീക്ക്ലി ടൈം ഫ്രെയിം ഡെയിലി ടൈം ഫ്രെയിമിൽ എന്താണ് മാർക്കറ്റ് നിങ്ങളോട് പറയുന്നത്, അതിൽ സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ലോ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീക്ക്ലി റേഞ്ചും ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ ഡെയിലി റേഞ്ചും ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, മാക്രോ ടൈം ഫ്രെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള വീക്ക്ലി ഡെയിലി ക്യാൻഡിലെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പ്രീമിയത്തിലാണോ, ഡിസ്കൗണ്ടിലാണോ, ഡീപ്പ് ഡിസ്കൗണ്ടിലാണോ, ഡീപ്പ് പ്രീമിയത്തിലാണോ, അതർവൈസ് ഇക്വിലിബ്രിയത്തിലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതനുസരിച്ചിട്ട് ഓക്കെ, ഇതിൻ്റെ എല്ലാം ഒരു കമ്പൈൻഡ് കൺക്ലൂഷൻ അനുസരിച്ചിട്ട് നെക്സ്റ്റ് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്ക് പോകുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ബയാസ് എന്ന് പറയുന്നത്. ബയാസ് നമ്മളുടെ ടോപ്പ് ഡൗൺ അനാലിസിസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ്, ഇനി നമ്മൾ നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 2 പോവാം. നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 2 എന്ന് പറയുന്നത് നെഗ്ലിക്റ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിക്വിഡിറ്റി. ഓക്കെ, ലിക്വിഡിറ്റിയുടെ ഇമ്പോർട്ടൻസ് നെഗ്ലിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് അല്ലാത്ത രീതിയിൽ കാണുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ICT ട്രേഡിംഗ് ടെക്നിക്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ICTയുടെ ഒരു ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റിയിലൂടെ ഒറിജിൻ ചെയ്തു വന്നത് ആണ് ആക്ച്വലി ICT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെഗ്ലക്റ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിക്വിഡിറ്റി, അതാണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റിയുടെ ഇമ്പോർട്ടൻസ് അവിടെ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാത്തത്. ഓക്കെ, നമുക്കറിയാം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇങ്ങനെ ഒരുപാട് തരത്തിൽ ലിക്വിഡിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. നെഗ്ലക്റ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിക്വിഡിറ്റി ഈസ് എ കോമൺ മിസ്റ്റേക്സ് ഇൻ ICT ട്രേഡിംഗ്. നമ്മൾ പറഞ്ഞ പോലെ ICT ട്രേഡിങ്ങിൽ ലിക്വിഡിറ്റിയുടെ ഇമ്പോർട്ടൻസ് അറിയാത്തതും, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ലിക്വിഡിറ്റി പൂൾസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതും ഒരു ബിഗ് മിസ്റ്റേക്ക് തന്നെയാണ് ICT ട്രേഡിംഗ് ടെക്നിക്സ് പ്രകാരം. Liquidity refers the areas where the orders are clustered around the support and resistance level, previous highs and lows or round numbers. Okay, liquidities എപ്പോഴും എവിടെയായിരിക്കും ഉണ്ടാവുക? ഇറ്റ്സ് ഓർഡേഴ്സ് ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ലിക്വിഡിറ്റി പൂൾസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയയിൽ പ്രീവിയസ് ഡേ ഹൈസ് ആൻഡ് ലോ, അതുപോലെ റൗണ്ട് നമ്പേഴ്സ് 20,000, 30,000, അങ്ങനെയുള്ള റൗണ്ട് നമ്പേഴ്സ്, ഇതൊക്കെ ലിക്വിഡിറ്റി പൂൾസ് ആണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അട്രാക്ട് ചെയ്യുന്ന ഏരിയ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അട്രാക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുമ്പോൾ അവർ എൻട്രി എടുക്കാൻ താല്പര്യപ്പെടുന്ന ഏരിയ, അതുപോലെ അവർ എക്സിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഏരിയ. ഈ ഏരിയകൾ എന്ന് പറയുന്നത് അവിടെ മാസീവ് ഓർഡേഴ്സിൻ്റെ ഒരു ക്ലസ്റ്റേർഡ് ഫോം ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ലിക്വിഡിറ്റി പൂളായിരിക്കും. അവരുടെ ആക്ഷൻസ് നടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലിക്വിഡിറ്റി പൂൾ ആയിട്ടുള്ള ഏരിയയിലായിരിക്കും അവർ ആക്ഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളായിരിക്കും ആക്ച്വലി ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വായിച്ച് നോക്കുകയാണെങ്കിൽ ട്രേഡേഴ്സ് ഹൂ ഓവർലുക്ക് ദ സോൺസ് മേ ഫെയിൽ ടു റെക്കഗ്നൈസ് വേർ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് ആർ ലൈക്ലി എൻ്റർ ഓർ എക്സിറ്റ് ദ മാർക്കറ്റ്. അതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് അവർ എക്സിറ്റ് ചെയ്യാനും എൻട്രി ചെയ്യാനും എടുക്കുന്ന ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ലിക്വിഡിറ്റി പൂൾസ് ആണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇഗ്നോറിങ് ലിക്വിഡിറ്റി ക്യാൻ ലീഡ് ടു എൻറ്ററിങ് ട്രേഡേഴ്സ് ഇൻ ഏരിയ വിത്ത് ലിമിറ്റഡ് മൂവ്മെൻറ്റ് പൊട്ടൻഷ്യൽ ഓർ ഗെറ്റിംഗ് കോച്ച് ടു മാർക്കറ്റ് മാനിപ്പുലേഷൻ, റെഡ്യൂസിങ് ദ ചാൻസ് ഓഫ് സക്സസ്ഫുൾ ട്രേഡ്സ്. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ മാനിപ്പുലേറ്റീവ് ആയി പോകാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു ലാർജ് മൊമെൻറ്റമാണ്. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ലിമിറ്റഡ് മൊമെൻറ്റത്തിൽ നമ്മൾ ഒതുങ്ങിക്കൂടേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ സക്സസ്ഫുൾ ഓഫ് ട്രേഡിങ്ങിൻ്റെ പ്രോബബിലിറ്റി വളരെ കുറവാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നെഗ്ലക്റ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിക്വിഡിറ്റി മിസ്റ്റേക്ക് നമ്പർ 2 പറയുന്ന സമയത്ത് ഇനി വരാൻ വേണ്ടി പോകുന്ന മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് ഹൗ ടു ഐഡൻറ്റിഫൈ ലിക്വിഡിറ്റി എന്നുള്ള ഈ ഒരു കോമൺ മിസ്റ്റേക്ക് തന്നെയല്ലേ. അപ്പോൾ ഹൗ ടു ഐഡൻറ്റിഫൈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു കോമൺ മിസ്റ്റേക്ക് അല്ല, എല്ലാവർക്കും വരുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബയാസിൽ പറഞ്ഞ ഈ ഒരു സെയിം കാര്യം നമുക്കൊന്നുകൂടി നമ്മളുടെ ലിക്വിഡിറ്റി ബേസ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമുക്കൊരു ബയാസ് വേണം,
അതുപോലെ നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം വേണം, ഒരു മീഡിയം ടൈം ഫ്രെയിം വേണം, ഒരു ലോവർ ടൈം ഫ്രെയിം വേണം. അതുപോലെ തന്നെയാണ് നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആണെങ്കിലും നിങ്ങൾക്ക് എന്തൊരു ബയാസ് വേണം, ഒരു ഹയർ ടൈം ഫ്രെയിം വേണം, ഒരു മീഡിയം ടൈം ഫ്രെയിം വേണം, ഒരു ലോവർ ടൈം ഫ്രെയിം വേണം. ഇനി എന്താണ്, എല്ലാവർക്കും നിങ്ങൾ ഏതൊരു ട്രേഡർ ആയിക്കോട്ടെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം, നിങ്ങളുടെ ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറയണം. എന്തുകൊണ്ട് ലോവർ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്യരുത് എന്ന് പറയുമ്പം അതിനുള്ള ഉത്തരം എന്താണ്, ലോവർ ടൈം ഫ്രെയിമിൽ ആക്യുറസി കുറവായിരിക്കും. അതുപോലെ ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഓൺലി ഫോർ എൻട്രി ആൻഡ് കൺഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ സോൺ ചെയ്ത് കാണിക്കുന്നത് ഹയർ ടൈം ഫ്രെയിമും മീഡിയം ടൈം ഫ്രെയിമുമാണ്. ഹയർ ടൈം ഫ്രെയിമും മീഡിയം ടൈം ഫ്രെയിമുമാണ്. ഇൻട്രാഡേ ട്രേഡിങ്ങിന് 1 ഹവറും 15 മിനിറ്റുമാണ് ഹയർ ടൈം ഫ്രെയിമും മീഡിയം ടൈം ഫ്രെയിമും. സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഡെയിലി ക്യാൻഡിലും മീഡിയം ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 അവർ ടൈം ഫ്രെയിമുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഈ ഓരോ ടൈം ഫ്രെയിംസിലാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് ലിക്വിഡിറ്റി ഏതൊക്കെ തരത്തിലുണ്ട് നമുക്ക്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് PDRAs ഉണ്ട്. PDRAs എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി തന്നെയാണ്. ഈ PDRAs ലിക്വിഡിറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു PDRAs ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, മിറ്റിഗേഷൻ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, ഇവിടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടിയാണ് ഞാൻ എടുത്തത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഇമേജിൽ നമ്മൾ കാണിക്കുന്നത് എന്താണ്, റിലേറ്റീവ് ഈക്വൽ ഹൈ. പ്രൈസ് എന്താണ്, പ്രൈസ് ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ലിക്വിഡിറ്റി ഏതായിരിക്കും, ഇവിടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും ലിക്വിഡിറ്റി. ഇത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് ഹൈസ് BSL, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ 1 ലെഗ് ഓഫ് സെല്ലിംഗ്, അതുപോലെ 2 ലെഗ് ഓഫ് സെല്ലിംഗ്, നെക്സ്റ്റ് 3 ലെഗ് ഓഫ് സെല്ലിംഗ്. ഇവിടെ സെല്ല് ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ടോപ്പിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇതൊരു ഇമ്പോർട്ടൻറ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ഒരു ഡബിൾ ബോട്ടം വന്നിട്ടുണ്ട്. ഓക്കെ, ഡബിൾ ടോപ്പ് വന്നിട്ടുണ്ട്. ഡബിൾ ടോപ്പ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഇറ്റ്സ് എ ഈക്വൽ ഹൈ ആണ്. ഈക്വൽ ഹൈ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൻ്റെ 1 ലെഗ് ഓഫ് സെല്ലിംഗ്, 2 ലെഗ് ഓഫ് സെല്ലിംഗ്. ഈ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും, ഇതിൻ്റെ മുകളിലായിരിക്കും സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ്. സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡർ ആണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ചിലപ്പോൾ എന്താണ് ഒരു ട്രിപ്പിൾ ടോപ്പ് വരാൻ ചാൻസ്. ട്രിപ്പിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ 1 ലെഗ് ഓഫ് സെല്ലിംഗ്, 2 ലെഗ് ഓഫ് സെല്ലിംഗ് ആൻഡ് 3 ലെഗ് ഓഫ് സെല്ലിംഗ്. അവിടെ ലിക്വിഡിറ്റി പൂളായിരിക്കും. ഓക്കെ, റീറ്റെയിലേഴ്സ് എന്താണ്, റീറ്റെയിലേഴ്സ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ദർ കുഡ് ബി എ റെസിസ്റ്റൻസ്. അവർ പഠിച്ചത് എന്താണ്, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് ബൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്താണെന്ന് ജസ്റ്റ് ആയിട്ട് പറഞ്ഞു. നമ്മൾ എന്താണ് ലിക്വിഡിറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എലോബറേറ്റ് ആയിട്ട് പറയാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ സാധിക്കില്ല. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡർ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോഴും ഒരു ലോയിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഇമേജിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഡബിൾ ബോട്ടം വന്നിട്ടുണ്ട്, ഒരു ഈക്വൽ ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ബോട്ടം, സെക്കൻഡ് ബോട്ടം. ഓക്കെ, ഇതെന്താണ്, ഇറ്റ്സ് എ ഈക്വൽ ലോ. ഇറ്റ്സ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇത് റീറ്റെയിലേഴ്സിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം ഇസ് എ സപ്പോർട്ട്. അവരെന്ത് ചെയ്യും, ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ എന്ത് ചെയ്യും, എൻട്രി എടുക്കാൻ ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇത് റിലേറ്റീവ് ലോ ആണ്. കണ്ടില്ലേ, എന്താണ്, ഒരു ടച്ചിങ് ഇല്ല. എന്നിരുന്നാൽ പോലും എന്താണ്, ഇവിടെ 1 ലെഗ് ഓഫ് ബൈയിങ്, 2 ലെഗ് ഓഫ് ബൈയിങ്, 3 ലെഗ് ഓഫ് ബൈയിങ്. ഇവിടെ 3 ലെഗ് ഓഫ് ബൈയിങ്ങിൽ എൻട്രി എടുത്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വരാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം. അതുകൊണ്ട് എന്താണ്, ഈ മേജർ ആയിട്ടുള്ളൊരു ലെവൽ വരച്ചിട്ട് നമ്മൾ റിലേറ്റീവ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദർ കുഡ് ബി എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അപ്പോൾ നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നാണ് നമുക്ക് ഒരു റീറ്റെയിലർ
ഒരു സപ്പോർട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അവൻ എങ്ങനെയാണ് സപ്പോർട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക? അവനെ പഠിപ്പിച്ച് വെച്ചത് 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച്, 4 ടച്ച്, 5 ടച്ച്, ഇങ്ങനെ ടച്ചിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്താണ് ആ റെസിസ്റ്റൻസ് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച്, 4 ടച്ച്, 5 ടച്ച്, 6 ടച്ച്, ഇങ്ങനെ എത്രത്തോളം ടച്ച് വരുന്നു അത്രത്തോളം ആ റെസിസ്റ്റൻസും സപ്പോർട്ടും വളരെ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ എന്താണ്, ഇറ്റ്സ് എ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്, ഈ റെസിസ്റ്റൻസിന് സെല്ല് ചെയ്യുന്ന ആളും സപ്പോർട്ടിൽ നിന്ന് ബൈ ചെയ്യുന്ന ആളുകളും അവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലായിരിക്കും. ഓക്കെ, അതിൻ്റെ മുകളിലായിരിക്കും, ഇതിൻ്റെ മുകളിലായിരിക്കും. കാരണം എന്താണ്, 1 ലെഗ് ഓഫ് സെല്ലിംഗ്, 2 ലെഗ് ഓഫ് സെല്ലിംഗ്, 3 ലെഗ് ഓഫ് സെല്ലിംഗ്, 4 ലെഗ് ഓഫ് സെല്ലിംഗ്, 5 ലെഗ് ഓഫ് സെല്ലിംഗ്, 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച്, 4 ടച്ച്, 5 ടച്ച്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ആലോചിക്കുക, ലിക്വിഡിറ്റി പൂളായിരിക്കും. കാരണം ഇതുവരെ സെല്ല് ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇതിൻ്റെ മുകളിലായിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടത് എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സെല്ല് ചെയ്യണമെങ്കിൽ അവിടെ ഓർഡർ മാച്ചിങ് നടക്കണമെങ്കിൽ അതിനനുസരിച്ച് സെൽ ഓർഡേഴ്സ് വേണം, ബൈ ഓർഡർ വേണം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ബൈ ചെയ്യണമെങ്കിൽ, ഒരു 10 ലാക്ക് ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ അവിടെ ഓർഡർ മാച്ചിങ് നടക്കണമെങ്കിൽ 10 ലാക്ക് സെൽ ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, പ്രൈസിനെ സെൽ ഓർഡേഴ്സ് റെസ്റ്റ് ചെയ്യുന്ന ഏരിയയിലേക്ക് പുഷ് ചെയ്യും. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ബൈ ഓർഡേഴ്സ് പുഷ്, ഞാൻ ചെറുങ്ങനെ കൺഫ്യൂസ് ആയിപ്പോയി. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സെല്ല് ചെയ്യണമെങ്കിൽ, ഒരു 10 ലാക്ക് ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു 10 ലാക്ക് ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണമെങ്കിൽ അവിടെ ഓർഡർ മാച്ചിങ്ങിന് എന്ത് വേണം, അവിടെ 10 ലാക്ക് ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ ആൾ വേണം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ എല്ലാവരും സെല്ല് ചെയ്തിട്ടുണ്ട്. ഈ സെല്ല് ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ആണ്. ബൈ ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും. അപ്പം എന്താണ്, ഇതിനൊരു ലിക്വിഡിറ്റി പൂളായിട്ടാണ് അവർ കാണുന്നത്. അവരെന്ത് ചെയ്യും, പ്രൈസിനെ മുകളിലേക്ക് കയറ്റും. ഓക്കെ, അപ്പം എന്താണ്, ഇതെന്താണ്, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഇവിടെ ബൈ പോകണം എന്നാണ് റീറ്റെയിലേഴ്സിനെ പഠിപ്പിച്ച് വെച്ചത്. അവനെന്ത് ചെയ്യും, ഒബ്വിയസ്ലി അവൻ്റെ കണ്ടീഷൻസ് ഒക്കെ മാച്ച് ചെയ്യുന്ന സമയത്ത് അവൻ ഇവിടെ ബൈ ചെയ്യും. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് എന്താണ്, ഇവിടുത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവൻ പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇതാണ് ആക്ച്വലി നടക്കുന്ന കാര്യം. അപ്പോൾ മനസ്സിലാക്കുക, ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക. ലിക്വിഡിറ്റി ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. നെക്സ്റ്റ് PDRS പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് എന്താണ് നെക്സ്റ്റ് സ്ലൈഡിൽ PDRS നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ബുള്ളിഷ് ഓബീസ്, ബെയറിഷ് ഓബി, അല്ലെങ്കിൽ എന്താണ് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതും ഒരു ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി തന്നെയാണ്. ഓക്കെ, ഈ PDRS എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റീനെ അബ്സോർബ് ചെയ്യുന്ന, അല്ലെ ലിക്വിഡിറ്റീസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യലാണ് ഒരു PDRA എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഓർഡർ ബ്ലോക്ക് ആയിരിക്കും ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു മാനിപ്പുലേഷൻ ലെഗും എല്ലാം കൂടി കിട്ടിയാൽ നമുക്ക് എന്താണ് ഒരു ബുള്ളിഷ് ഓബിയും കിട്ടും, ബെയറിഷ് ഓബിയും കിട്ടും. അപ്പോൾ എന്താണ്, ഇനി നമ്മൾ ബയാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലും മീഡിയം ടൈം ഫ്രെയിമിലും നോക്കിയിട്ട് ലിക്വിഡിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ലിക്വിഡിറ്റീസ് തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിമിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ PDRS ആയിട്ടുള്ള ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, ബെയറിഷ് ഓർഡർ ബ്ലോക്ക്, ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതുപോലെ എന്താണ് ബ്രേക്കർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഓക്കെ, ഇപ്പോഴത്തെ ഞാനിപ്പോൾ എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്ത കാര്യം എന്താണ്, നമുക്കെന്താ ചാർട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാർട്ടിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് റൈറ്റ് ആയിട്ട് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ന്. പോവാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ ആളുകൾ ലിക്വിഡിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ICTൻ്റെ ഒരു ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് തന്നെ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടൈം ഫ്രെയിംസ് 3 ടൈം ഫ്രെയിംസ് വേണം. ഹയർ ടൈം ഫ്രെയിം വേണം, മീഡിയം ടൈം ഫ്രെയിം വേണം, ലോവർ ടൈം ഫ്രെയിം വേണം. നിങ്ങൾ എന്തൊരു ട്രേഡർ ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആയിക്കോട്ടെ, സ്വിംഗ് ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് 3 ടൈം ഫ്രെയിം വേണം. 3 ടൈം ഫ്രെയിം, ഒന്ന് ഹയർ ടൈം ഫ്രെയിം, ലോവർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിം. നമ്മൾ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതിൽ ഹയർ ടൈം ഫ്രെയിമിലും മീഡിയം ടൈം ഫ്രെയിമിലുമാണ്. കാരണം എന്താണ്, എപ്പോഴും നമുക്ക് ഹയർ പ്രൊബബിലിറ്റി തരുന്നത് ഹയർ ടൈം ഫ്രെയിം ആയിരിക്കും. നമ്മളൊരു വലിയ ക്യാൻവാസിൽ ഒരു മാക്രോ ലെവലിൽ വേണം നമ്മൾ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ. മൈക്രോ ലെവലിൽ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നല്ല, പറ്റും, പക്ഷെ അത് ലോ പ്രോബബിലിറ്റി ആയിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്, 1 hour ആണ്. ഓക്കെ, ഇപ്പം ഞാനുള്ളത് നിഫ്റ്റിയുടെ എന്താണ് 1 day ചാർട്ടിലാണ്. നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, നിഫ്റ്റിയിലെ 1 day ചാർട്ടിൽ നിഫ്റ്റി എന്താണ് താഴേക്ക് വരുന്നു. ഓക്കെ, നമ്മളുടെ വീക്ക്ലി റേഞ്ച് എടുത്ത് നോക്കാം. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ
വീക്ക്ലി റേഞ്ചിൽ പ്രൈസ് നിൽക്കുന്നത് ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ ഡെയിലി റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഉള്ളത് ഡീപ്പ് ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, നെവർ അതൊക്കെ ഒഴിവാക്കുക. ഓക്കെ, നമ്മളെന്താണ് ബയാസും സ്ട്രക്ചറും നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് നമ്മൾ മെയിനായിട്ട് എന്താണ് നമ്മളുടെ ലിക്വിഡിറ്റി മാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 1 അവറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നിഫ്റ്റിയിൽ 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് ഇവിടെ എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റി ഉള്ളതെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റി ഉള്ളതെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഒബ്വിയസ്ലി ഒരു ബിഗിനർ ആണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഒബ്വിയസ്ലി ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്ന ഏതാണ്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ഞാൻ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, 1 അവർ ആയിട്ടുള്ള എൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ആദ്യം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി വിൽ ബി ഹിയർ. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ഇപ്പോൾ പലവരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇതൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആക്കി മാറ്റിയത്? ഓക്കെ, ഒബ്വിയസ്ലി നോക്കുകയാണെങ്കിൽ എന്താണ്, ഓക്കെ ഈ ഒരു മൊമെൻറ്റത്തിൽ ദർ ഈസ് എ റിലേറ്റീവ് ഈക്വൽ ലോ. ഓക്കെ, ഞാൻ ഈ ഒരു ഏരിയനെ ഡീപ്പായിട്ട് ഞാൻ ഇങ്ങോട്ട് സൂം ചെയ്യുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ദർ ഈസ് എ റിലേറ്റീവ് ഈക്വൽ ലോ. ഓക്കെ, നോക്കൂ നിങ്ങൾ, റിലേറ്റീവ് ഈക്വൽ ലോ. കാരണം എന്താണ്, ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുകളായാലും ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളാണെങ്കിലും ഇവിടെ ബൈ ചെയ്തവനാണെങ്കിലും അവൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എവിടെ ഉണ്ടാവും? ഇതിൻ്റെ താഴെ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? ബൈ ചെയ്ത ആളുകളുടെ സെൽ ഓർഡർ എവിടെ ഉണ്ടാവും? അതാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ഞാൻ മേജറായിട്ടൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, എനിക്കറിയാം ബിഗിനർ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാനിപ്പോൾ പറയുന്നത് വളരെയധികം ഡൈജസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഒന്ന് മനസ്സിലാക്കാൻ പാടായിരിക്കും. എന്നിരുന്നാലും എന്താണ് നമ്മളുടെ പ്ലേ ലിസ്റ്റിൽ ലിക്വിഡിറ്റി ഒക്കെ നമ്മൾ സീരീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു മേജറായിട്ടുള്ള ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് ഹിയർ, ഈ ഒരു ലോ എഗെയിൻ എൻ്റെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇനി ഇത് വെച്ചത് എന്താണ്? ഒബ്വിയസ്ലി നിങ്ങൾ നോക്കൂ, മേജറായിട്ടുള്ളൊരു മൊമെൻ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് പല ആളുകളും എന്ത് ചെയ്യും, ഇതിനെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യും. ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം ഇവിടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. മനസ്സിലാക്കുക, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാത്ത ഓർഡർ ബ്ലോക്കെല്ലാം എന്തായിരിക്കും? ട്രാപ്പായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സെൽ ഓർഡേഴ്സ് ഇതിൻ്റെ താഴെയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, ഇവിടെ നിന്ന് മാസീവായിട്ട് ബൈയിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിൻ്റെ താഴെ ആ ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ ഓർഡർ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്, നാളത്തേക്ക് ഒരുപാട് പേര് ഇതിനൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കാണിക്കും. പക്ഷെ എന്താണ്, ഒരു ഓർഡർ ബ്ലോക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ്. അത് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് ഇത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ഇനി ലിക്വിഡിറ്റി ഉള്ള ഏതാണ്? പ്രീവിയസ്ലി പ്രൈസ് ക്ലോസ് ചെയ്ത ലോ, ഡേ ലോ. ഇതും എന്താണ്, ഇതും ഒരു ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റിയാണ്. കാരണം എന്താ, ഡെയിലി ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്നതും എന്താണ്, ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. പക്ഷേ ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു മൈനർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. എന്താണ്, ഒരു മൈനർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്താണ്, താഴേക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ ചാൻസ് ഉള്ള ഒരു 3 ഏരിയകൾ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? ആദ്യത്തേത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ് ഈക്വലോ, അതിനുശേഷം എന്താണ് ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, 2 സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. പിന്നെ എന്താണ് ഒരു മൈനർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ദാറ്റ് ഈസ് ദ പ്രീവിയസ് ഡേ ക്യാൻഡിലിൻ്റെ ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തായിട്ട് കാണാൻ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ഇതിനെ മാർക്ക് ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്കുക, ഇതിനൊരു ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക,
ഒബ്വിയസ്ലി 1 ഹവറിലൊരു വലിയ ഓർഡർ ബ്ലോക്ക് അല്ലേ. അപ്പോൾ എന്താണ്, ഒബ്വിയസ്ലി നമുക്കെന്താണ് ഒന്ന് 15 മിനിറ്റിലേക്ക് പോകാം. ഇപ്പം എന്താണ്, 1 ഹവറിൽ ഞാൻ മേജറായിട്ടൊരു 3 സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു. ഞാൻ 15 മിനിറ്റിലേക്ക് പോയാൽ നോക്കൂ നിങ്ങൾ, ഈ ഒരു ഏരിയയിൽ എന്താണ് മേജറായിട്ട് നോക്കൂ നിങ്ങൾ, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഓക്കെ, മേജറായിട്ട് എന്ത് നടന്നിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടാണ് എന്ത് ഈ ഒരു ലോ താഴേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, മേജറായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്. അതുപോലെ തന്നെ എന്താണ്, ദർ ഈസ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതിൻ്റെ തൊട്ട് മുകളിലുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് സൂം ചെയ്ത് നോക്കും നിങ്ങൾ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ഓർഡർ ബ്ലോക്ക് ആണോ ഉള്ളത്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണോ ഉള്ളത്, അതുപോലെ ബ്രേക്കർ ബ്ലോക്ക് ആണോ ഉള്ളത്? ഒബ്വിയസ്ലി മനസ്സിലാക്കുക, ഓർഡർ ബ്ലോക്ക് അല്ല, ഇതിൽ ബ്രേക്കർ ബ്ലോക്ക് ആണുള്ളത്. അപ്പം ഇനി വരുന്ന ഡൗട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും ബ്രേക്കർ ബ്ലോക്ക്? ഒബ്വിയസ്ലി ഇതാണ് ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, ഇതാണ് ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, ഈ ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ഒബ്വിയസ്ലി ഒരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. ഈ ഓർഡർ ബ്ലോക്ക് ഫെയിലായിട്ടാണ് ഇതൊരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് ഫോം ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ ഓവർലാപ്പായി കൊണ്ട് എന്തുണ്ട്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടിയുണ്ട്. ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടിയുണ്ട്. ഇപ്പം ഒബ്വിയസ്ലി ഞാൻ പറയുന്നത് 1 ഹവറിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ ലിക്വിഡിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. 1 ഹവർ എന്ന് പറയുന്നത് എൻ്റെ ഹയർ ടൈം ഫ്രെയിം ആണ്. അതിൽ ഞാൻ എന്ത് ചെയ്തു, മേജറായിട്ട് ഞാൻ എന്താ ചെയ്തു, ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു. ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് വീക്ക് ഒരു ലോ ആണ്. കാരണം എന്താണ്, ഒരു ലോ 2 ലോ, ഇത് റീറ്റെയിൽ കോൺസെപ്റ്റിൽ സപ്പോർട്ടായിട്ടായിരിക്കും. പക്ഷെ നമ്മളുടെ കോൺസെപ്റ്റ് പ്രകാരം റിലേറ്റീവ് ഈക്വൽ ലോ എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അതിൻ്റെ താഴെ ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ ഓർഡേഴ്സ് റെസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ വീണ്ടും ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം എന്താണ്, ഒരു ഡേ ലോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട്. അതിനുശേഷം എന്താണ്, നമ്മൾ മീഡിയം ടൈം ഫ്രെയിമിലേക്ക് പോയി. മീഡിയം ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിൽ ഞാൻ എന്ത് ചെയ്തു, 15 മിനിറ്റിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു, ഞാനിവിടെ ഒരു PDRA ഐഡൻറ്റിഫൈ ചെയ്തു. ദർ ഈസ് എ ബ്രേക്കർ ബ്ലോക്ക്. ആ PDRA ഒന്നുകൂടി കൺഫേം ചെയ്യുന്നതിന് എന്താണ്, ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഉള്ളിലൂടെ എന്താണ്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തു പോകുന്നുണ്ട്. അതിനുശേഷം എന്താണ്, ഞാൻ 15 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്തു, 15 മിനിറ്റിൽ എന്താണ്, എൻ്റെ മീഡിയം ടൈം ഫ്രെയിം ആണ് 15 മിനിറ്റ്. 15 മിനിറ്റിൽ എനിക്ക് എന്താണ്, ഒരു ബ്രേക്കർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ PDRA എന്ന് പറയുന്നത് അതാണ്. കാരണം എന്താ, ലിക്വിഡിറ്റി സ്വീപ്പ് മുകളിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു മേജറായിട്ടുള്ളൊരു സ്ട്രക്ചർ ബ്രേക്ക് കൂടി താഴെ നടന്നിട്ടുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് കൂടി നടന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി എന്താണ്, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്. ഒബ്വിയസ്ലി ഒരു ഓർഡർ ബ്ലോക്ക് എന്നതിലുപരി എന്താണ്, ഇവിടെ ബ്രേക്കർ ബ്ലോക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഓവറോൾ നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ ഓവറോൾ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തതിൽ എന്താണ്, ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തതിൽ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു, രണ്ടാമത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു, പിന്നെ ഒരു മൈനർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ലിക്വിഡിറ്റീസിൽ നമ്മൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ എന്താണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത്, ഒരു ബ്രേക്കർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. അത് ഓവർലാപ്പ് ആയും കൊണ്ട് എന്ത് ഉണ്ട്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. എന്തിൽ, 15 മിനിറ്റിൽ. ഓക്കെ, ഇനി എൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് പല രീതിയിലുമായിരിക്കും. കാരണം എന്താ, ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് പോവാം. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത 15 മിനിറ്റിൽ എൻ്റെ PDRAയിലേക്ക് പ്രൈസ് പോവാം. അല്ലെങ്കിൽ എന്താണ്, എൻ്റെ PDRAയിലേക്ക് പ്രൈസ് ടാപ്പ് ചെയ്ത് ലിക്വിഡിറ്റിയിലേക്ക് പോവാം. അപ്പം എൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആയിരിക്കും. അപ്പം എന്താണ്, ഇപ്പം നമ്മളുടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ ലിക്വിഡിറ്റിയും ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, പലരും ലിക്വിഡിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആണ് പ്രൈസിൻ്റെ മൊമെൻറ്റം.
കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾക്ക് ലിക്വിഡിറ്റി എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളായിരിക്കും ലിക്വിഡിറ്റി. മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ മിസ്റ്റേക്ക് 1 പറഞ്ഞു, മിസ്റ്റേക്ക് 2 പറഞ്ഞു. 1 എന്ന് പറയുന്നത് എന്താണ്? ഹയർ ടൈം ഫ്രെയിം ബയാസ് ആൻഡ് സ്ട്രക്ചർ നോക്കാറില്ല. ഓക്കെ, ഇപ്പം എന്താണ് അത് നോക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് എന്താണ്? ലിക്വിഡിറ്റീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ സെക്കൻഡ് മിസ്റ്റേക്സിൽ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മിസ്റ്റേക്ക് നമ്പർ 3. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് മിസ്റ്റേക്ക് നമ്പർ 3യിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ? ഫെയിൽ ടു ഐഡൻറ്റിഫൈ ദ വാലിഡ് സെറ്റപ്പ്. ഒരാളുകളും ഒരു വാലിഡ് സെറ്റപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു A+ സെറ്റപ്പ്, ഞാൻ എൻ്റെ സെറ്റപ്പിനെ ഞാൻ ഡിനോമിനേറ്റർ ചെയ്യുന്നത് A+ സെറ്റപ്പ് എന്നാണ്. എന്തിനാണ് A+, B+, C+ എന്നൊക്കെ പറയുന്നത്? ഹൗ ടു ഐഡൻറ്റിഫൈ ദ വാലിഡ് സെറ്റപ്പ്. വാലിഡ് സെറ്റപ്പിന് ചില വാലിഡ് ക്രൈറ്റീരിയാസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഈ വാലിഡ് ക്രൈറ്റീരിയാസ് എല്ലാം മാച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു വാലിഡ് സെറ്റപ്പ് കിട്ടൂ. നമുക്ക് താഴെ എഴുതിയൊന്ന് ജസ്റ്റ് വായിച്ചേക്കാം. ഫെയിലിംഗ് ടു ഐഡൻറ്റിഫൈ എ വാലിഡ് സെറ്റപ്പ് ഈസ് എ കോമൺ ICT ട്രേഡിംഗ് മിസ്റ്റേക്ക് ദാറ്റ് ക്യാൻ ലീഡ് ടു പ്യുവർ ട്രേഡ് ഡിസിഷൻസ്. ഓക്കെ, അപ്പം എന്താണ് ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടൊരു വാലിഡ് സെറ്റപ്പ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ICTയിൽ ഒരു മെയിൻ മിസ്റ്റേക്ക് കൂടിയാണ്. അതെന്തിന് ലീഡ് ചെയ്യും? നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീനെ അത് സാരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ എന്താണ്? എ വാലിഡ് സെറ്റപ്പ് അലൈൻ വിത്ത് ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ്, കീ ലിക്വിഡിറ്റി സോൺ ആൻഡ് അതർ ICT പ്രിൻസിപ്പിൾ സച്ചസ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി പോയിന്റ്. നമ്മളിന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ. അപ്പോൾ എന്താണ്? ഒരു വാലിഡ് സെറ്റപ്പിൽ അലൈൻ ചെയ്തു വരേണ്ട പല കാര്യങ്ങളും എന്താണ്? ഒരു ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ്. ഓക്കെ, നമ്മൾ ബയാസ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒബ്വിയസ്ലി ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് എന്നാണ് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ കീ ലിക്വിഡിറ്റി സോൺ, നമ്മൾ മിസ്റ്റേക്ക് നമ്പർ 2 പറഞ്ഞ പോലെ കീ ലിക്വിഡിറ്റി സോൺസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ അതർ ICT പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അതെല്ലാം നമ്മളിപ്പോൾ പറയും. സച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഒപ്റ്റിമൽ എൻട്രി പോയിൻറ്റ്സ്, ഓക്കെ, OTE, ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വെൻ ട്രേഡേഴ്സ് മിസ് ഇൻ്റർപ്രറ്റ് ഓർ റഷ് ഇൻ ടു സെറ്റപ്പ് വിത്തൗട്ട് ത്രൂ അനാലിസിസ്. പലരും എന്താണ് ഇത് ഒരു അനാലിസിസ് ഒന്നും ചെയ്യാതെ അവർ വരും മാർക്കറ്റിലേക്ക്, ഒരു വാലിഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് വരും. ദ റിസ്ക് എൻറ്ററിങ് ഓഫ് ലോ പ്രോബബിലിറ്റി ട്രേഡേഴ്സ് ദാൻ ലാക്ക് സ്ട്രോങ് ടെക്നിക്കൽ ബാക്കിംഗ്. ഓക്കെ, ഇത് കാരണം എന്ത് സംഭവിക്കും? നമ്മളുടെ പ്രൊബാബിലിറ്റി വളരെയധികം കുറയും. കാരണം എന്താ? നമ്മൾ വാലിഡ് സെറ്റപ്പ് അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ എന്താണ്? റെക്കഗ്നൈസിങ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് സെറ്റപ്പ് ഈസ് എസെൻഷ്യൽ ടു ഇംപ്രൂവ് ദ കൺസിസ്റ്റൻസി ആൻഡ് അവോയ്ഡിങ് ഇംപൾസീവ് ട്രേഡ്സ്. ഓക്കെ, ആ ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവിലേക്ക് പോകുന്നതിന് പകരം നമുക്കൊരു വാലിഡ് സെറ്റപ്പ് ഉണ്ടാവണം. ആ വാലിഡ് സെറ്റപ്പിന് കുറച്ച് വാലിഡ് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്താണ് ഒരു കൺസിസ്റ്റൻസി ആൻഡ് ഓവറോൾ ഒരു സക്സസ് കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം പറയവേ ഇനി വരാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ ഇനി വരാവുന്ന ഒരു കോമൺ ഒരു കോമൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ടു ഐഡൻറ്റിഫൈ എ വാലിഡ് സെറ്റപ്പ്. ഓക്കെ, ഹൗ ടു ഐഡൻറ്റിഫൈ എ വാലിഡ് സെറ്റപ്പ്. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ടേം ചെയ്തത് A+ സെറ്റപ്പാണ്. A+ സെറ്റപ്പ്. ഈ A+ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വാലിഡ് സെറ്റപ്പിന് കുറച്ച് ക്രൈറ്റീരിയാസ് മാച്ച് ചെയ്യണം. അപ്പോൾ ചോദിക്കും എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? നിങ്ങൾ താഴെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു A+ സെറ്റപ്പ്, എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, എൻ്റെ കാര്യത്തിൽ ഒരു A+ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി മിറ്റിഗേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ ഒരു നോക്കൂ, നിങ്ങൾ ഒരു സെൽ എൻട്രി, ഈ ഒരു ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്ന ഒരു സെൽ എൻട്രിയും ഈ സെക്കൻഡ് ഇമേജ് എന്ന് പറയുന്നത് ഒരു ബൈ എൻട്രിയും കൂടിയാണ്. ഓക്കെ, ഒരു സെൽ എൻട്രി നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാലിഡ് സെറ്റപ്പിന് വേണ്ടിയിട്ട് എനിക്ക് മാച്ച് ആവേണ്ട സം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി മിറ്റിഗേഷൻ ആണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും. ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ എന്തായിരിക്കും? എനിക്കൊരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരിക്കണം. ഇത് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. അതുപോലെ തന്നെ എന്താണ്? ഇവിടെ ഓവറോൾ റീസെൻ്റ്ലി ഒരു ഹൈ കൂടി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് വേണ്ടത് നെക്സ്റ്റ് എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞ തൊട്ട് മുന്നേ തന്നെ എനിക്ക് എന്ത് വേണം? ഓപ്പോസിറ്റ് ആയിട്ടൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്വിയസ്ലി സഡൻ ആയിട്ട് നമ്മൾ പറയുന്ന സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽസോട് കൂടിയിട്ട് ഒരു റിവേഴ്സ് ഫേക്ക് ഔട്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. അതുപോലെ ആ ഡിസ്പ്ലേസ്മെൻറ്റിൽ എന്ത് വരണം? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരണം, അല്ലെങ്കിൽ എന്താണ് FEG ഇംബാലൻസ് വേണം. അതുപോലെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരണം. ഈ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് അവിടെ കിട്ടുന്ന ഈ ഒരു സോണാണ് എൻ്റെ
ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ആ ഓർഡർ ബ്ലോക്ക് നോൺ മിറ്റിഗേറ്റഡ് ആയിരിക്കുകയും കൂടി വേണം. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് എൻ്റെ നെക്സ്റ്റ് എൻട്രി ക്രൈറ്റീരിയ ഞാൻ നോക്കുന്നത് എന്താണ്? പ്രൈസ് ഒബ്വിയസ്ലി ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നായിരിക്കും എൻ്റെ ഒരു സെൽ എൻട്രി. ഇതാണ് ഒബ്വിയസ്ലി എൻ്റെ A+ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇൻ കേസ് ചില സമയത്ത് എന്തായിരിക്കും, നമുക്ക് ഈ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി മിറ്റിഗേഷൻ കിട്ടില്ല. പകരം എന്താണ്, നമ്മളുടെ ഈ ഒരു 5 വാലിഡ് ക്രൈറ്റീരിയയിൽ 4 മാത്രമേ മീറ്റ് ചെയ്യൂ. ഈ 4 മാത്രമേ മീറ്റ് ചെയ്യൂ. അങ്ങനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് വാലിഡ് സെറ്റപ്പ് ആണോ? ഒബ്വിയസ്ലി വാലിഡ് സെറ്റപ്പ് ആണ്. പക്ഷെ എന്താണ്, ഇത് A+ സെറ്റപ്പ് എന്ന് പറയാൻ പറ്റില്ല, എ സെറ്റപ്പേ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണ്, ചില കാര്യങ്ങൾ ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്രേഡ് കുറയുന്നത് പോലെ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഒരു B+ ഓർഡർ, അതിന് താഴേക്ക് ഒരു A+ സെറ്റപ്പോ ഒരു A സെറ്റപ്പോ ആയിരിക്കണം നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഒരു B+C+D അതൊക്കെ എന്താണ്, ഇൻവാലിഡ് ആയിരിക്കും. അതിൽ ലെക്ക് ഇൻക്ലൂഡ് ആയിരിക്കും. ലെക്കിൻ്റെ ബേസിലല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റിയുടെ ബേസിലാണ് നോക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ സെൽ സെറ്റപ്പ് പറഞ്ഞ പോലെ ബൈ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ്, ബൈ സെറ്റപ്പിൽ എനിക്കൊരു A+ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസ് ഒരു മേജർ ലിക്വിഡിറ്റി പോയിന്റ്, അതെന്തായിരിക്കും, ബൈ എൻട്രി എന്ന് പറയുമ്പോൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും ബൈ എൻട്രി എനിക്ക് വരിക. ഒബ്വിയസ്ലി പ്രൈസ് താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പും തന്നിട്ട് എനിക്ക് ഒബ്വിയസ്ലി പ്രൈസ് എന്ത് ചെയ്യും, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്ക് കാണിക്കും. ആ സമയത്ത് എന്ത് വരും, ഡിസ്പ്ലേസ്മെൻറ്റ്, ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു, ദർ ഈസ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഫോർമാറ്റ് ചെയ്യണം, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരണം, ദർ കുഡ് ബി എ സ്ട്രക്ചർ ഷിഫ്റ്റ്. അങ്ങനെ വരുന്ന സമയത്ത് എനിക്കിവിടെ ഒബ്വിയസ്ലി ഒരു PDRA ലൈക്ക് എന്താണ്, ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്യും, അല്ലെങ്കിൽ എന്താണ്, ഒരു ബുള്ളിഷ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്യും. ആ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും എൻ്റെ സെറ്റപ്പ് ഇനിഷ്യേറ്റ് ആവുന്നതുള്ളൂ. എൻ്റെ ആക്ഷൻ തുടങ്ങുന്നത് അവിടെ വെച്ചായിരിക്കും. അങ്ങനെയാണ് ഞാനൊരു വാലിഡ് സെറ്റപ്പ് ചെയ്യുന്നത്. ചില ആളുകൾ എന്തായിരിക്കും, ചില ആളുകൾക്ക് ചില ആളുകൾക്ക് എന്താ, ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടാവില്ല. ചില ആളുകൾ ചെയ്യുന്ന ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് ഇല്ലാത്തതായിരിക്കും. ലിക്വിഡിറ്റി സ്വീപ്പ് ഇല്ലാത്ത ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് അത് ഇൻഡ്യൂസ്മെൻ്റ് ആയിരിക്കും, അതൊരു ട്രാപ്പായിരിക്കും. ഓക്കെ, കാര്യം ആലോചിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രോബബിലിറ്റി കുറയും. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്താണ്, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്താണ്, ചാർട്ടിൽ പോയിട്ട് വാലിഡ് സെറ്റപ്പ് എന്താണ്, ഇൻവാലിഡ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ നിഫ്റ്റിയിൽ തന്നെ നമ്മളൊരു വാലിഡ് സെറ്റപ്പ് നോക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാലിഡ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, വാലിഡ് ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് മാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് വാലിഡ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒബ്വിയസ്ലി നമ്മളൊരു ഒരു സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ദർ ഇസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്. നമുക്കെന്താണ്, ഇവിടെ മേജർ ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു മേജറായിട്ട് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്. ഇവിടെ ഒബ്വിയസ്ലി നോക്കുകയാണെങ്കിൽ എന്താണ്, മുകളിലേക്ക് ഒബ്വിയസ്ലി ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയതുപോലെ നമുക്ക് കാണാം. ഒബ്വിയസ്ലി അല്ലേ, ഫെയിൽ ആയിട്ടില്ലേ? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എത്രയോ മുകളിലാണ് അല്ലേ, മാർക്കറ്റ് എത്രയോ മുകളിലാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കെ നമുക്കെന്താണ്, ഒബ്വിയസ്ലി നമുക്കൊരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഞാൻ എന്താണ്, ഇത് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാണ്. നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒബ്വിയസ്ലി ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒബ്വിയസ്ലി ഫോം ആയിട്ടുണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. ഓക്കെ, ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇൻ കേസ് ചിലർ ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കില്ല. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ഓർഡർ ബ്ലോക്ക് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞ ഇതിന് മുകളിലായിരിക്കണം നമ്മളുടെ എന്ത് വരേണ്ടത്, സ്റ്റോപ്പ് ലോസ് എന്ന് വരുന്നത്. അപ്പോൾ എന്താണ്, ഒബ്വിയസ്ലി ഇവിടെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് ലെവലായിട്ട് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു ഹൈ കൂടി ഇൻക്ലൂഡ് ചെയ്തും കൊണ്ട് ഞാൻ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് മാറ്റുന്നു. പകരം എന്താണ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പം എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്താണ്, പ്രൈസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു എൻട്രി, സ്റ്റോപ്പ് ലോസ്, അതുപോലെ മേ ബി 1:2 ആവാം, 1:3 ആവാം. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് നമ്മളുടെ
ബെയറിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് നമ്മളുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ മാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഇതാണ് മാനിപ്പുലേഷൻ ലെഗ്. ഈ മാനിപ്പുലേഷൻ ലെഗിനെ തന്നെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് റിഫൈൻ ചെയ്തത് എന്ന് മനസ്സിലാക്കുക. ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റിൽ ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്, സ്ട്രക്ചർ ഷിഫ്റ്റും. അപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ ഒരു വാലിഡ് സെറ്റപ്പാണ്. പക്ഷെ ഒരു ഹയർ ടൈം ഫ്രെയിം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ഒരു മേജർ ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി സ്വീപ്പോ അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ലിക്വിഡിറ്റീനെ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു എൻ്റെ ഒരു എ സെറ്റപ്പാണ്, എ പ്ലസ് സെറ്റപ്പ് അല്ല, എ സെറ്റപ്പാണ്. കാരണം ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഞാനൊരു ബയാസിൽ കണ്ടുപിടിച്ച ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ആ ഒരു 5 കണ്ടീഷനിൽ 4 ഫുൾഫിൽ ആയിട്ടുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി ഇത് ഒരു എ സെറ്റപ്പാണ്. എന്നിരുന്നാലും ഓക്കെ, ഞാൻ പറഞ്ഞു എ സെറ്റപ്പ് എടുക്കാം, എ പ്ലസ് സെറ്റപ്പ് എടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പ്രൈസ് മുകളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെൽ എൻട്രി നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആയിരിക്കും. ഓക്കെ, ഒബ്വിയസ്ലി പ്രൈസ് താഴെത്തുന്നില്ല. ഓക്കെ, ഇപ്പം ഒബ്വിയസ്ലി ഇവിടെ സംഭവിച്ചത് ഇവിടെ ആക്ച്വലി സംഭവിച്ചത് ഇവിടെ ഒബ്വിയസ്ലി ഒരു IDX ഫോം ആയിട്ടുണ്ട്. IDX എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ്സ് എ ടേം ഓഫ് ലിക്വിഡിറ്റി ക്രിയേഷൻ. ഓക്കെ, ഒബ്വിയസ്ലി പ്രൈസ് താഴേക്ക് വന്നു. ഇവിടെ ആ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. പ്രൈസ് ക്രിയേറ്റ് ചെയ്ത പാറ്റേൺ ഒരു ബെയറിഷ് ഫ്ലാഗ് പാറ്റേൺ പോലെ. ഓക്കെ, ബെയറിഷ് ഫ്ലാഗ് പാറ്റേൺ പോലെ. ഓക്കെ, നമ്മൾ ഈ ഒരു പാറ്റേണിനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർമേഷനിലാണ് പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഒരു ബെയറിഷ് ഫ്ലാഗ് പാറ്റേൺ. ഇതിന് പല രീതിയിൽ പല പാറ്റേണും പറയും. ഓക്കെ, ഈ ഒരു പാറ്റേണിൽ നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിക്വിഡിറ്റി ലെവലിൽ നോക്കുമ്പോൾ ഒബ്വിയസ്ലി പ്രൈസ് എടുക്കുന്നത് എവിടെയായിരിക്കും? ഈ ഒരു ലോ ലിക്വിഡിറ്റി ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ലോ ലിക്വിഡിറ്റി പ്രൈസ് എടുത്ത് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. ടേക്ക് ഔട്ട് ചെയ്താൽ ഒബ്വിയസ്ലി ഇനി പ്രൈസിന് പോകേണ്ടതായിട്ടുള്ളത് ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി. ഓക്കെ, ഈ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക. പാറ്റേൺ വരുന്ന സമയത്ത് ബോത്ത് സൈഡിലേക്കും എൻട്രി വരും. ഇപ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു ഫ്ലാഗ് പാറ്റേണിൻ്റെ താഴത്തെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇനി ഒബ്വിയസ്ലി മാർക്കറ്റ് മുകളിലേക്ക് ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകും. നമ്മളുടെ എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുന്നതും അറൗണ്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. ഓക്കെ, പ്രൈസ് ഒബ്വിയസ്ലി ആ ഒരു ടാപ്പ് ചെയ്താൽ നോക്കൂ നിങ്ങൾ, നമ്മളുടെ വാലിഡ് സെറ്റപ്പിലേക്ക് ടാപ്പ് ചെയ്താൽ ഇപ്പം ഇത് ഒബ്വിയസ്ലി ഒരു റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചും കൊണ്ട് മുകളിലേക്ക് എൻട്രി എടുത്തിട്ടുണ്ടാവും ആൾ. ഇവിടെ ഒബ്വിയസ്ലി നമ്മളുടെ വാലിഡ് സെറ്റപ്പ് എല്ലാം തികഞ്ഞും കൊണ്ട് എന്തുണ്ട്? ഒരു ഓർഡർ ബ്ലോക്ക് അവിടെ ഉണ്ട്. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്ക് അവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു നല്ലൊരു റിസ്ക് റിവാർഡിൽ ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 1:5 എന്നൊക്കെ പറയുന്നത് ഒബ്വിയസ്ലി കുറച്ച് കൂടുതലൊക്കെ തന്നെയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ വാലിഡ് ക്രൈറ്റീരിയാസ് മാച്ച് ചെയ്ത് ഒരു വാലിഡ് സെറ്റപ്പ് ആയിരിക്കണം അത്. അപ്പോൾ നമ്മൾ വാലിഡ് സെറ്റപ്പ്സ് നോക്കി. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻവാലിഡ് സെറ്റപ്പാണ്. ഓക്കെ, ഇൻവാലിഡ് സെറ്റപ്പ് ക്രൈറ്റീരിയ ആണ്. അപ്പം ICT പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയാലും പുതുതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് കാണുമ്പോൾ എന്തായിരിക്കും? ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ടായിരിക്കും അവൻ മീറ്റ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, കുറച്ച് ഡാർക്കായി പോയി, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യും. പക്ഷെ ഇത് ഓർഡർ ബ്ലോക്ക് ആണോ? ഒബ്വിയസ്ലി ഓർഡർ ബ്ലോക്ക് ആണ്, പക്ഷെ വാലിഡ് ഓർഡർ ബ്ലോക്ക് അല്ല. കാരണം വാലിഡ് ഓർഡർ ബ്ലോക്ക് അല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യാതെയാണ് പ്രൈസ് താഴേക്ക് വന്നത്. ഈ ഒരു പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്യാതെയാണ് പ്രൈസ് താഴേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇത് വാലിഡ് അല്ല. അതുപോലെ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഹൈ ഉണ്ട്, അത് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ തൊട്ട് മുകളിൽ വേറൊരു ഹൈ ഉണ്ട്, ഇതും ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ആ ഒരു ഫോർമേഷൻ വന്നത്, നമ്മളുടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാതെയാണ്. നമ്മളുടെ വാലിഡ് ക്രൈറ്റീരിയാസിൽ നമ്മൾ മെൻഷൻ ചെയ്ത ലിക്വിഡിറ്റി സ്വീപ്പ് അഥവാ മാനിപ്പുലേഷൻ ലെഗ് ഇല്ലാതെയാണ് പ്രൈസ് താഴേക്ക് വന്നത്. ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ആളുകൾ ഒരു ന്യൂ കമർ ആണെങ്കിൽ ഒബ്വിയസ്ലി ഓർഡർ ബ്ലോക്ക് വരച്ചു വെക്കും. അവൻ വരച്ചു വെക്കും. ഒബ്വിയസ്ലി ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അവൻ ഒബ്വിയസ്ലി അവിടെ നിന്ന് എൻട്രി എടുക്കും. അതിലൊരു മിറ്റിഗേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവൻ എൻട്രി എടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്
നമ്മൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റപ്പ് ഫോം ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ് എടുത്ത് തന്നെ വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി എന്താണ് പല ആളുകളും ഇതിൻ്റെ അടുത്തു നിന്നൊക്കെ ആയിട്ട് എൻട്രി എടുത്തിട്ടുണ്ടാവാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവാം. നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോ. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത പോലെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്താണ് സെറ്റപ്പൊക്കെ ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ലിക്വിഡിറ്റി സ്വീപ്പ് ഇല്ല. ഇവിടെ ആക്ച്വലി എന്തായിരിക്കും സംഭവിക്കുക? പ്രൈസ് കുറച്ച് താഴേക്ക് പോയാൽ പോലും, ഓക്കെ, പ്രൈസ് കുറച്ച് താഴേക്ക് പോയാൽ പോലും എന്താണ് പ്രൈസ് ഒബ്വിയസ്ലി പ്രൈസ് ആ ഒരു ഹൈൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റീസ് എല്ലാം പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തേ പറ്റൂ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒബ്വിയസ്ലി നമ്മളുടെ സെറ്റപ്പ് ഇൻവാലിഡായി. കാരണം എന്താണ്? ഇവിടെ ലിക്വിഡിറ്റീസ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ലിക്വിഡിറ്റി റെസ്റ്റ് ചെയ്യാത്ത ലിക്വിഡിറ്റീസ് നോക്കൂ നിങ്ങൾ, ഈ ഒരു ലെവലിൽ ലിക്വിഡിറ്റീസ് ഫോം ഉണ്ട്. ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാതെയാണ് പ്രൈസ് വന്നിട്ടുള്ളത്. ഒബ്വിയസ്ലി ഇപ്പോഴാണ് പ്രൈസ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ ആക്ച്വലി മാനിപ്പുലേഷൻ നോക്കൂ നിങ്ങൾ, ഇറ്റ്സ് എ പ്യുവർ മാനിപ്പുലേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു സെറ്റപ്പ് നോക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വാലിഡ് ക്രൈറ്റീരിയാസ് വെക്കണം. ലിക്വിഡിറ്റി സ്വീപ്പാണ് ഫസ്റ്റത്തത്. ആ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടില്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യരുത്. ലിക്വിഡിറ്റി സ്വീപ്പ് ഇല്ലാതെ നമുക്ക് കിട്ടുന്ന സെറ്റപ്പ് എന്ന് പറയുന്നത് ഇൻവാലിഡ് ആയിരിക്കും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. ഓക്കെ, നമ്മൾ 3 മിസ്റ്റേക്സുകൾ പറഞ്ഞു, അതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു, അതെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 4ലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 4 എന്ന് പറയുന്നത് നോട്ട് അഡോപ്റ്റിംഗ് എനി ഫാക്ടറൽ കൺഫർമേഷൻ. പലരും ചെയ്യുന്നത് ഇതാണ്. ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിളിൽ ഞാനൊരു അഗ്രസീവായിട്ട് എടുത്തു. പലരും എന്താ ചെയ്യുന്നത്, ഒരു ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സോൺ ഐഡൻറ്റിഫൈ ചെയ്ത്, ഒരു ICT ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു പ്രൈസ് ലെവലായിരിക്കാം, ചിലപ്പോൾ ഒരു സോൺ ആയിരിക്കാം, കൂടുതലും ഒരു സോൺ ആയിരിക്കും. ഈ സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർ അഗ്രസീവ് എൻട്രി എടുക്കും. ഒബ്വിയസ്ലി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വാലിഡായിട്ട് നിങ്ങൾ ഒരു സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്താൽ, ഞാൻ പറയുന്നത് ഓപ്ഷൻസിലാണെങ്കിൽ, നിങ്ങൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഓപ്ഷൻസ് ഒരിക്കലും ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡിലല്ല മേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് ഓപ്ഷൻ ഗ്രീക്സിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സ്റ്റോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, സ്റ്റോക്സിൽ ഒബ്വിയസ്ലി സപ്ലൈ ആൻഡ് ഡിമാൻഡിലാണ് പ്രൈസ് വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ എപ്പോഴും ആലോചിച്ച് നോക്കുക, ഓപ്ഷൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ല. ഓപ്ഷൻസ് വർക്ക് ചെയ്യുന്നത് ഓപ്ഷൻ ഗ്രീക്സിൻ്റെ ബേസിലാണ്. പല ആളുകളും ഓപ്ഷൻസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണെന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി അങ്ങനെയല്ല. ഓപ്ഷൻസ് വർക്ക് ചെയ്യുന്നത് ഓപ്ഷൻ ഗ്രീക്സ്, ഡെൽറ്റ, ഗാമ, വിഗ, തീറ്റ, ഇതിൻ്റെയൊക്കെ വാല്യൂ കൺസിഡർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഓപ്ഷൻസ് വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ ഈസ് എ വേസ്റ്റിംഗ് അസറ്റ്, മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, ഒരു ഇക്വിറ്റിയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, ഒരു ഇൻട്രാഡേ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ തീറ്റ, TK, അത് ഇതെന്ന് പറഞ്ഞിട്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇക്വിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു കൺഫർമേഷൻ എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് തമാക്ക കില്ലാഡീസ്, ഞാൻ പറയുന്നത് എന്താണ്, ഓപ്ഷൻസിൽ ചെയ്യുന്ന ആളുകളാണ്. ഓപ്ഷൻസിലേക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സെറ്റപ്പ് വാലിഡ് ആണെങ്കിൽ പോലും നിങ്ങൾ കൺഫർമേഷൻ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ, ഓപ്ഷൻസിൽ നമ്മളുടെ ഡയറക്ഷൻ കറക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. ഇപ്പം എന്താണ്, പ്രൈസ് നമ്മളുടെ സോണിലേക്ക് വന്നു, അവിടെ നിന്ന് പ്രൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് നമ്മൾ വിചാരിച്ചതുപോലെ പോയില്ലെങ്കിൽ പോയി, അവിടെ കിടന്ന് ഒരു 10-15 മിനിറ്റ് അവിടെ കൺസോൾട്ടേഷൻ ചെയ്താൽ നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് റോങ് ആണെങ്കിൽ കഴിഞ്ഞ്. ഒബ്വിയസ്ലി നമ്മളുടെ സ്പോട്ട് ചാർട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ചാർട്ടിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ പ്രീമിയം ചാർട്ടിൽ 100% സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ നോക്കണം. അപ്പോൾ ഇവിടുത്തെ മെയിൻ 4th മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോട്ട് അഡോപ്റ്റിംഗ് എനി ഫ്രാക്ടൽ കൺഫർമേഷൻ നോക്കാതിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കാം. നോട്ട് അഡോപ്റ്റിംഗ് ഫാക്ടൽ കൺഫർമേഷൻ ഈസ് ദ കീ മിസ്റ്റേക്ക് ഇൻ ICT ട്രേഡിങ്ങിൽ ഒരു മിസ്റ്റേക്കാണ് കൺഫർമേഷൻ നോക്കാതെ ട്രേഡ് എടുക്കുന്നത്. ഫാക്ടൽ റെപ്രസെൻറ്റ് റിപ്പീറ്റിംഗ് പാറ്റേൺ അക്രോസ് ദ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസ് ആൻഡ് ക്യാൻ confirm trade setup by aligning smaller time frame signals with the overall market structure and volume. When traders ignores these fractal confirmation, they might enter trades prematurely or without sufficient validation, increase the likelihood of false signals. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൺഫർമേഷൻ നോക്കേണ്ടത്?
കൺഫർമേഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ ടൈം ഫ്രെയിംസ് അലൈൻ ചെയ്യണം, അതുപോലെ തന്നെ വോളിയവും മാർക്കറ്റ് സ്ട്രക്ചേഴ്സും നോക്കണം. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 കാര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ഡൗൺ ടൈം ഫ്രെയിം. സ്റ്റെപ്പ് ഡൗൺ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 മിനിറ്റിൽ ഒരു സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റപ്പിലേക്ക് പ്രൈസ് എത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, 5 മിനിറ്റ് എന്ത് ചെയ്യുക, ഒന്ന് 3 മിനിറ്റിലേക്കോ 1 മിനിറ്റിലേക്കോ 2 മിനിറ്റിലേക്കോ എന്ന് വെച്ചാൽ 5 മിനിറ്റിലേക്ക് മുകളിലേക്ക് കൂട്ടാതെ താഴേക്ക് കൂട്ടുക, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. ഓക്കെ, ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ആണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് അതിലൊരു ക്യാൻഡിൽ ക്ലോസ് വരുന്ന സമയത്ത് നമ്മൾ അതൊരു കൺഫർമേഷനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ആൻഡ് വോളിയം കോറിലേഷൻ. പ്രൈസ് ആൻഡ് വോളിയം കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു സോൺ ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മൾ ഡിസിഷൻ എടുത്തു, സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എൻട്രി എടുക്കും, സോൺ മിറ്റിഗേറ്റ് ചെയ്താൽ ഞാൻ എടുക്കും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 കാര്യമാണ് പ്രൈസും വോളിയവും. പ്രൈസും വോളിയം തമ്മിലുള്ള കോറിലേഷൻ മനസ്സിലാക്കണം. പ്രൈസ് എങ്ങനെയാണ് നമ്മളുടെ POIയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ PDRIയിലേക്ക് വരുന്നത്, ആ സമയത്ത് വോളിയം എങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നു എന്നുള്ള ഒരു അനാലിസിസ് ആണ് പ്രൈസ് ആൻഡ് വോളിയം. ഇപ്പോൾ പ്രൈസ് ആൻഡ് വോളിയത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ പറയുന്നതായിരിക്കും. അതുപോലെ ക്യാൻഡിൽ ക്ലോസ്, മൂന്നാമതാണ് ക്യാൻഡിൽ ക്ലോസ്. നമ്മളൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു പേഷ്യൻസ് ഉള്ള ഒരാൾക്ക് പറ്റുന്ന ഒരു പരിപാടി മാത്രമാണ് ക്യാൻഡിൽ ക്ലോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എടുത്ത ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നമ്മളെടുത്ത ഈ ഒരു സോണിലേക്ക് പ്രൈസ് വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ടൈം ഫ്രെയിം കുറച്ചിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസിന് നോക്കുന്നു. നമ്മൾ പ്രൈസും വോളിയും കെയർഫുള്ളി വാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ 4 സിഗ്നൽസ് വരാനുള്ള പ്രോബബിലിറ്റി കുറവ്. കാരണം നമ്മൾ പല സിഗ്നൽസ് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫാക്ടർ കൺഫർമേഷൻസ് നോക്കാത്തത് ഒരു മിസ്റ്റേക്കാണ്. സ്റ്റെപ്പ് ഡൗൺ ടൈം ഫ്രെയിം, പ്രൈസ് ആൻഡ് വോളിയം കോറിലേഷൻ, അതുപോലെ ക്യാൻഡിൽ ക്ലോസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 3 എണ്ണത്തിൽ മെയിനായിട്ട് വരാനുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ പ്രൈസും വോളിയം തമ്മിലുള്ള കോറിലേഷൻ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വാലിഡ് സെറ്റ് പ്രകാരം ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കറ്റ് റെയ്ഡ് ചെയ്തു, ഒരു ക്ലോസ് വെച്ചു, അതിനുശേഷം ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു, ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു. ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എനിക്ക് കിട്ടി. പ്രൈസ് താഴേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്തും ശ്രദ്ധിക്കണം, പ്രൈസ് ഇവിടെ ഒരു സ്വിങ് ലോയും ഇവിടെ ഒരു സ്വിങ് ഹൈയും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇമ്പൾസീവ് മൂവ്. നെക്സ്റ്റ് ഒരു കറക്റ്റീവ് മൂവ് വരുന്ന സമയത്ത് ഞാൻ എന്ത് മനസ്സിലാക്കണം, പ്രൈസ് താഴേക്ക് വരുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ട് താഴെ ഞാൻ എപ്പോഴും പറയേണ്ട വോളിയം നിങ്ങൾ യൂസ് ചെയ്യണം. വോളിയം കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുക. വോളിയം എങ്ങനെയാണ് താഴേക്ക് വരുന്നത്, ഒബ്വിയസ്ലി ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് താഴേക്ക് വരുന്നു, വോളിയം താഴേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ വീക്കാണ് ബെയറിഷ് ട്രെൻഡ് എന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ആ ഒരു റീട്രേസ്മെൻറ്റ് നമ്മളുടെ ഈ ഓർഡർ ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. കാരണം പ്രൈസും വോളിയവും തമ്മിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ്. മനസ്സിലാക്കുക. ഒരു ബെയറിഷ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ മേജറായിട്ട് ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് എനിക്കൊരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. ആ സെറ്റപ്പിൽ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. സ്വിങ് ഹൈ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തു, സ്വിങ് ലോ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇതാണ് എൻ്റെ ഇമ്പൾസീവ് മൂവ്. നെക്സ്റ്റ് കറക്റ്റീവ് മൂവാണ് ഇത്. അപ്പോൾ കറക്റ്റീവ് മൂവിൽ പ്രൈസ് മുകളിലേക്ക് പോവാണ് ടു മിറ്റിഗേറ്റ് ദ ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ വോളിയം കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി വോളിയം കുറയാണ്. കാരണം മുകളിലേക്ക് പ്രൈസ് പോകുന്നതിൻ്റെ വോളിയം കുറയുന്നു. അപ്പം ആ മുകളിലേക്ക് പോകുന്ന പ്രൈസിൻ്റെ ആ മൊമെൻറ്റം വീക്കായും കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്യാൻഡിൽ ക്ലോസോട് കൂടി ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് എൻട്രി ആയിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ പറഞ്ഞ ഈ 2 എക്സാമ്പിളും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് വോളിയം, ഇവിടെ കൺക്ലൂഷൻ അല്ലെങ്കിൽ അവിടെ ഒരു കോറിലേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്, ഇൻ കേസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്, അതിൻ്റെ കൂടെ തന്നെ വോളിയം ഇൻക്രീസ് ചെയ്യാണ്. നിങ്ങൾ ആലോചിക്കുക, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം മുകളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രോങ് ആണ്. കാരണം പ്രൈസും വോളിയം കോറിലേറ്റഡ് ആണ്. വോളിയത്തിനെ പ്രൈസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രൈസ് വോളിയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ വോളിയം ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അവിടെ നെഗറ്റീവ് കോറിലേഷൻ ആണ്. കാരണം പ്രൈസിനെ വോളിയം സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇറ്റ് മീൻസ് ദ ട്രെൻഡ് ഈസ് വീക്ക്. അതുപോലെ തന്നെ
പ്രൈസ് താഴേക്ക് പോകുന്നുണ്ട്. ഓക്കെ, പ്രൈസ് എന്താണ്, പ്രൈസ് താഴേക്ക് പോകുന്നുണ്ട്. പക്ഷെ എന്താണ്, വോളിയം മുകളിലേക്ക് പോവുകയാണ്. കാരണം എന്താ, പ്രൈസ് താഴേക്ക് പോകുമ്പോൾ ഒരുപാട് ആളുകൾ സെല്ല് ചെയ്യുന്നു. പക്ഷെ വോളിയം കൂടുന്നു പറയുമ്പോൾ ആ സെല്ല് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. കാരണം എന്താണ്, പ്രൈസിനെ വോളിയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് വൈസ് വേഴ്സ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ഡിക്രീസ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്, വോളിയം ഡിക്രീസ് ആവുന്നുണ്ട്. അതിനർത്ഥം എന്താണ്, ദർ ഈസ് എ നെഗറ്റീവ് കോറിലേഷൻ, പ്രൈസിനെ വോളിയം സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം എന്താണ്, നമ്മളെന്താണ് ഓർഡർ ബ്ലോക്ക് നോക്കുക, ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, പ്രൈസ് നമ്മളുടെ സോണിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്, പ്രൈസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് വോളിയം ഡിക്രീസ് ചെയ്യുന്നില്ലേ, അവിടെ ഒരു നെഗറ്റീവ് കോറിലേഷൻ സംഭവിക്കുന്നില്ലേ എന്ന് നോക്കണം. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ബെയറിഷ് സെറ്റപ്പ് ആണെങ്കിൽ നമ്മളൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് വെക്കുന്ന സമയത്ത് റീട്രേസ്മെൻറ്റിൽ പ്രൈസ് ഓർഡർ ബ്ലോക്കിലേക്ക് മുകളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താണ്, ഇവിടെ വോളിയം ഡിക്രീസ് ആവുന്നില്ലേ എന്ന് നോക്കണം. അപ്പം എന്താണ്, അവിടെ നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നെഗറ്റീവ് കോറിലേഷൻ വരുന്നില്ലേ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം വോളിയത്തിനെ പ്രൈസ് സപ്പോർട്ട് ചെയ്യാത്തൊരു സെനാരിയോ ആയിരിക്കണം ആ ഒരു റീട്രേസ്മെൻറ്റിൽ വരേണ്ടത്. അപ്പോൾ എന്താണ്, ഇമ്പൾസീവ് മൂവ് വന്നു, റീട്രേസ്മെൻറ്റ് വീക്കാണെന്ന് മനസ്സിലായി. നമ്മളുടെ ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്താൽ നമുക്കാണ് അവിടെ ക്യാൻഡിൽ ക്ലോസോടുകൂടി, നമ്മൾ ക്യാൻഡിൽ ക്ലോസ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ 5 മിനിറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ 3 മിനിറ്റിൽ, അല്ലെങ്കിൽ 2 മിനിറ്റിൽ, അല്ലെങ്കിൽ 1 മിനിറ്റിൽ. നിങ്ങൾ 15 മിനിറ്റിലാണെങ്കിൽ എന്താണ്, ടൈം ഫ്രെയിം ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക, 5 മിനിറ്റിലേക്കോ 3 മിനിറ്റിലേക്കോ ആക്കിയിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ഇത് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നാൽ അവിടെ പെർഫെക്റ്റ് എൻട്രി, പക്ഷെ എന്താണ്, വാലിഡ് സെറ്റപ്പ് ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു കൺഫോർമേഷൻ സെറ്റപ്പ് നോക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ എനിക്കൊരു ബെയറിഷ് സെറ്റപ്പ് കിട്ടുകയാണ്. ഓക്കെ, നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു എന്താണ്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഇത് 5 മിനിറ്റ്സിൽ ഞാൻ നോക്കുന്നതുകൊണ്ടാണ് 3 മിനിറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഇവരൊരു പുൾ ബാക്ക് കാണാം. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ദർ ഈസ് എ ഇംബാലൻസ് ഇവിടെ കാണുന്നുണ്ട് ഇല്ലേ, ഒരു ഇംബാലൻസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആയിട്ട് എന്താണ്, ഇവിടെ എനിക്ക് കിട്ടുന്നത് ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഞാൻ എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ഞാൻ എന്ത് ചെയ്യുന്നു, റിഫൈൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. ഓക്കെ, റിഫൈൻ ചെയ്ത് ഇവിടേക്ക് വരയ്ക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ദർ ഈസ് എ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. ലുക്ക്, ഇവിടെ എന്താണ്, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. കൺസോൾട്ടേഷൻ്റെ ഹൈ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, ഇവിടെ ദർ ഈസ് എ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ദർ ഈസ് എ ലിക്വിഡിറ്റി ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ ഒരു സ്വിങ് ഹൈയും ഒബ്വിയസ്ലി നമുക്കൊരു സ്വിങ് ലോയും കിട്ടിയിട്ടുണ്ട്. സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒബ്വിയസ്ലി നമ്മൾ ഇവിടുന്ന് DRT ലെവലും നമ്മളുടെ OTയും എല്ലാം നോക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മളുടെ ഡിമാൻഡ് സോണിൽ തന്നെയാണ്, പ്രീമിയം സോണിൽ തന്നെയാണ് ഇത്. അപ്പോൾ എന്താണ്, ഞാൻ ഒബ്വിയസ്ലി ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഈ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു എൻട്രി, അതനുസരിച്ചിട്ട് ഒരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു എൻട്രി. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനൊരു കൺഫോർമേഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു കൺഫോർമേഷൻ ഇല്ലാതെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അറ്റൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞ ശേഷം അവിടെ നിന്നൊരു റീട്രേസ്മെൻ്റ് ആണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ ഒബ്വിയസ്ലി ഇമ്പൾസീവ് മൂവിന് ശേഷം ആ ഒരു കറക്റ്റീവ് മൂവിലാണ്. ഇവിടെ ഞാൻ പ്രൈസ് ആൻഡ് വോളിയം കോറിലേഷൻ നോക്കുന്ന സമയത്ത് ഞാൻ മെയിനായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്താണ്, ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള ഒരു കോറിലേഷൻ നമ്മൾ നോക്കിയേ ആവണം. കാരണം മുകളിൽ പ്രൈസും താഴെ വോളിയുമാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സ്വിങ് ഹൈ, സ്വിങ് ലോ, പ്രൈസ് താഴേക്ക് വന്നു. ഇനി എന്താണ്, നമ്മുടെ സ്വിങ് ഹൈൻ്റെ തൊട്ട് മുകളിലുള്ള ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് മുകളിലേക്ക് പോകുന്നതാണ്. ഓക്കെ, നമുക്ക് റിഫൈൻ ചെയ്തുകൊണ്ടെടുക്കാം. ഓക്കെ, ഒബ്വിയസ്ലി എന്താണ്, നമ്മളുടെ പ്രൈസിൻ്റെ തൊട്ട് മുകളിൽ തന്നെ വന്നിട്ട് പ്രൈസ് താഴേക്ക് പോയി. എന്താണ്, ഒബ്വിയസ്ലി ഒരു 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 ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടാവാം. ഓക്കെ, ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടാവാം. ഓക്കെ, അതിനുശേഷം എന്താണ്, ഒബ്വിയസ്ലി എന്ത് ചെയ്തു, ഇവിടുന്ന് ഒബ്വിയസ്ലി ഒരു കൺഫർമേഷൻ നോക്കാത്ത ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി എന്തായിട്ടുണ്ടാവാം, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്താണ്, നിങ്ങൾ വോളിയം ഒന്ന് നോക്കൂ. ഇവിടേക്ക് പ്രൈസ് വന്നതും
ഇവിടേക്ക് വോളിയം ഫോർമാറ്റ് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ നിങ്ങൾ. ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് മുകളിലേക്ക് ചെല്ലുന്നത് എന്താണ്, ഒരു പ്രൈസിൻ്റെ ഇൻക്രീസ് ആണ്. പക്ഷെ വോളിയം എന്താവണം? വോളിയം ഒബ്വിയസ്ലി എന്തായിരിക്കണം? വോളിയം എന്താണ്, ഒരു നെഗറ്റീവ് കോറിലേഷൻ വരണമെങ്കിൽ വോളിയം കുറവ് വേണം. ഇവിടെ എന്താണ്, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം മുകളിലേക്കാണ് പോകുന്നത്. വോളിയത്തിൽ സ്പൈക്ക് കണ്ടില്ല നിങ്ങൾ. അപ്പം എന്താണ്, ഇവിടെ പോസിറ്റീവ് കോറിലേഷൻ ആണ് എന്ന് വെച്ചാൽ ആ ഒരു ട്രെൻഡ് സ്ട്രോങ് ആവാൻ പോവുകയാണെന്നാണ് അതിനർത്ഥം. അപ്പോൾ എന്താണ്, കൺഫോർമേഷൻ നോക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം? ഒബ്വിയസ്ലി അഗ്രസീവ് ആയിട്ട് എടുത്ത ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി സ്റ്റോപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ടാവാം. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോറിലേഷൻ, പ്രൈസ് ആൻഡ് വോളിയം കോറിലേഷൻ. ഇപ്പം നമ്മളൊരു എക്സാമ്പിള് നമ്മൾ കൺഫോർമേഷൻ നോക്കാതെ വോളിയം പ്രൈസും തമ്മിലുള്ള കോറിലേഷൻ നോക്കാതെ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് മനസ്സിലായി. ഇനി എന്താണ്, നമ്മൾ വോളിയം പ്രൈസും ക്യാൻഡിൽ ക്ലോസും പാടി ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കുള്ള ബെനിഫിറ്റ് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയിട്ടുണ്ട്. എഗെയിൻ എന്താണ്, നമുക്ക് വീണ്ടും ഒരു മൈനർ ലിക്വിഡിറ്റി സ്വീപ്പ് കൂടി കിട്ടിയതിന് ശേഷമാണ് ഒബ്വിയസ്ലി പ്രൈസ് മുകളിലേക്ക് പോയത്. ടേക്ക് ഔട്ട് ചെയ്ത ലോ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതിനുശേഷമാണ് നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഒരു മേജർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം എന്താണ്, ദർ ഈസ് എ സ്വിംഗ് ലോ ആൻഡ് ദർ ഈസ് എ സ്വിംഗ് ഹൈ. ഓക്കെ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ. അതുപോലെ തന്നെ എന്താണ്, ദർ ഈസ് എ ഇംബാലൻസ് ഫോർമേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ഞാനൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള കൺസിഡറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, ഈ ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിക്കഴിഞ്ഞാലായിരിക്കണം എൻ്റെ എൻട്രി. ഓക്കെ, ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് എൻട്രി. അപ്പം ഞാൻ മെയിനായിട്ട് നോക്കുന്നത് എന്താണ്, പ്രൈസ് താഴേക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ് ആയിട്ടുള്ള ഈ ഒരു ബെയറിഷ് മൊമെൻറ്റം ഞാൻ വാച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, വോളിയത്തിനെ കൂടി വാച്ച് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, എനിക്ക് പ്രൈസ് താഴേക്ക് പോകുന്ന സമയത്ത് വോളിയം മുകളിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ പോസിറ്റീവ് കോറിലേഷൻ ആവും. എനിക്ക് വേണ്ടത് നെഗറ്റീവ് കോറിലേഷനാണ്. ഒബ്വിയസ്ലി നിങ്ങൾ നോക്കുക, പ്രൈസ് താഴേക്ക് വരുന്ന സമയത്ത് വോളിയത്തിലേക്ക് കെയർഫുള്ളായിട്ട് നോക്കും നിങ്ങൾ. വോളിയത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല. കാരണം എന്താണ്, പ്രൈസ് താഴേക്ക് വരുന്നു, വോളിയം ഇൻക്രീസും ചെയ്യുന്നില്ല, ഡിക്രീസും ചെയ്യുന്നില്ല, വോളിയം സ്റ്റേബിൾ ആണ്. അതിനർത്ഥം എന്താണ്, ഈ താഴേക്ക് വരുന്ന ട്രെൻഡ് വീക്ക് ആണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനുശേഷം എന്താണ്, നമുക്ക് ക്യാൻഡിൽ ഒരു ഡെപ്ത് ക്ലോസ് തന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡെപ്ത് ക്ലോസ് തന്നതിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് കൂടി തന്നാൽ അതിൻ്റെ തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് എൻട്രി, അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് എന്ന് പറയുന്നതായിരിക്കും ഹിയർ, ഇത് ഈസ് ദ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, 1 leg ഓഫ് സെല്ലിംഗ്, 2 leg ഓഫ് സെല്ലിംഗ്, 3 leg ഓഫ് സെല്ലിംഗ്, ഈ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ. ഓക്കെ, അപ്പോൾ എന്താണ്, ഇങ്ങനെ നമ്മളൊരു എൻട്രി സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ എന്നാൽ നമുക്ക് കുറച്ചുകൂടി കൺഫർമേഷൻ ബയാസ് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കൺഫർമേഷൻ എൻട്രി ബയാസ് കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എൻട്രി. അപ്പോൾ നമ്മളുടെ വിന്നിങ് പ്രോബബിലിറ്റി കൂടും. അങ്ങനെ നമ്മളുടെ 4 മിസ്റ്റേക്കും പറഞ്ഞു. ഇനി നമ്മളുടെ ലാസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് നമ്പർ 5 എന്താണ്, നമ്മളുടെ ഇംപ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് പ്ലേസ്മെൻറ്റ്. പല ആളുകളും നല്ല വൃത്തിക്ക് അനാലിസ് ചെയ്യും. അവർ നന്നായിട്ട് അനാലിസ് ചെയ്യും, നന്നായിട്ട് മാർക്കറ്റിനെ റീഡ് ചെയ്യും, നല്ല രീതിയിൽ വാലിഡ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യും, നല്ല രീതിയിൽ എൻട്രി ചെയ്യും. പക്ഷെ എന്താണ്, ഇതെല്ലാം എന്താണ്, ഒരു വേഴ്സ് സെനാരിയോ ആക്കി മാറ്റാൻ അവരുടെ ആ 2 ആക്ഷൻ മതി. ചിലപ്പോൾ ഇംപ്രോപ്പർ ആയിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നത്, ഇംപ്രോപ്പർ ആയിട്ടായിരിക്കും ടാർഗറ്റ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഇംപ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് പ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ ലാസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇംപ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് പ്ലേസ്മെൻറ്റ് ഈസ് ദ കോമൺ ICT ട്രേഡിംഗ് മിസ്റ്റേക്ക് ദാറ്റ് ക്യാൻ അണ്ടർമൈൻ ട്രേഡ് പെർഫോമൻസ്. നമ്മളുടെ ട്രേഡിംഗ് പെർഫോമൻസ് ഡിക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊന്ന് താഴ്ത്തി കെട്ടാൻ നമ്മളുടെ ഈ ഒരു ആക്ടിവിറ്റി തന്നെ ധാരാളം. സെറ്റിംഗ് സ്റ്റോപ്പ് ലോസ് ടു ക്ലോസ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് കിട്ടുന്ന സമയത്ത് ടു ക്ലോസ്, ചില ആളുകൾ എന്താണ്, ബാങ്ക് നിഫ്റ്റിയിൽ 5 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആളുകളുണ്ട്. എന്താണ്, നമ്മളുടെ എൻട്രിയോട് ക്ലോസ് ചെയ്തും കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. ക്യാൻ റിസൾട്ട് ഇൻ ഗെറ്റിംഗ് സ്റ്റോപ്ഡ് ഔട്ട് ഓഫ് മൈനർ ഫ്ലക്ച്വേഷൻ. മാർക്കറ്റിൻ്റെ ചെറിയൊരു ഫ്ലക്ച്വേഷനിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ഔട്ട് ആവും. വൈൽ പ്ലേസിങ് ടു ഫാർ, ചില ആളുകൾ അത് വലിയ സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോകും. അതെന്ത് ചെയ്യും, അത് ഇൻക്രീസ് ദ റിസ്ക് എക്സ്പ്ലോഷർ. നമ്മളുടെ റിസ്ക് കൂടും. നമ്മളുടെ റിസ്ക് കൂടുന്ന സമയത്ത് എന്താണ്, നമ്മൾ അതിനനുസരിച്ചുള്ള റിവാർഡ് വെക്കണം. അത് ചിലപ്പം എക്സ്പ്രഷണൽ റിവാർഡായിരിക്കും, നമ്മളുടെ ഒരു അൺഇമാജിനറി റിവാർഡായിരിക്കും.
ഓക്കെ, സിമിലർലി ഗെറ്റിംഗ് അൺറിയലൈസ്ഡ് ടാർഗറ്റ്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദേ ക്യാൻ ലീഡ് ടു മിസ്ഡ് പ്രോഫിറ്റ് ഇഫ് ദ price does not reach them. Proper stop loss and target level should consider the market structure, liquidity zone and risk management, helping traders to protect the capital and മാക്സിമൈസ് ദ പൊട്ടൻഷ്യൽ ഗെയിൻസ്. അപ്പോൾ എന്താണ് ഇതിൽ ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മളൊരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട മെയിൻ കാര്യം എന്നാൽ ലിക്വിഡിറ്റി. ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് PO3 IMD, അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ലിക്വിഡിറ്റി ഫോർമേഷൻ്റെ ബേസിലായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കേണ്ടത്. ഇപ്പോൾ AMD നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പ്രാവശ്യം AMD പറഞ്ഞിട്ടുണ്ട്. അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ വേറെ ആരും ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം AMDൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. നമ്മൾ AMD അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച് അതിൻ്റെ ഒരു ബേസ് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ പവർഫുൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കുന്ന എല്ലാ ചാർട്ടിലും നിങ്ങൾക്ക് അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ കാണും. അത് നമ്മളുടെ ആ ഒരു എന്താ പറയുക, നമ്മളുടെ ആ ഒരു ലെവൽ ഓഫ് IQൻ്റെ ആ ഒരു ഇൻക്രീസ്മെൻ്റ് ആണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഒരു ബുള്ളി സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ഉണ്ടാവും, അതിനുശേഷം ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് ഉണ്ടാവും, അതിനുശേഷം ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ഉണ്ടാവും. ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും വരേണ്ടത്? ഒരു അക്യുമുലേഷൻ പൊസിഷൻ നടന്നതിന് ശേഷം ഒരു മാനിപ്പുലേഷൻ വരും. ഈ മാനിപ്പുലേഷൻ്റെ താഴെയാണ്. കാരണം എന്താണ്, മാനിപ്പുലേറ്റ് ചെയ്തതിൻ്റെ താഴെ വേറെ ലിക്വിഡിറ്റി ഇല്ല. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 1 leg ഓഫ് ബൈയിങ്, 2 leg ഓഫ് ബൈയിങ്, 3 leg ഓഫ് മേജർ ബൈയിങ്, ഇതിൻ്റെ താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിൻ്റെ താഴെ വേറെ ലിക്വിഡിറ്റി ഇല്ല. അവിടെയായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്റ്റോപ്പ് ലോസ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ ആവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിൻ്റെ താഴെയായിരിക്കണം സ്റ്റോപ്പ് ലോസ്. അതുപോലെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി. പ്രൈസ് ഇനി പോവാൻ ചാൻസ് ഉള്ള ലിക്വിഡിറ്റി, അത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആവാം, അല്ലെങ്കിൽ എന്താണ് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആവാം, ഈ ഓർഡർ ബ്ലോക്കിലേക്കാവാം. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡ്രോ ഓൺ ലിക്വിഡിറ്റിയും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതുമായിരിക്കും. അതുപോലെ തന്നെയാണ് സെയിം സെനാരിയോ ആണ് ബെയറിഷ് സെനാരിയോയിൽ നോക്കുക. ഒരു അക്യുമുലേഷൻ സ്റ്റേജിന് ശേഷം ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് വരും, അതിനുശേഷം ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും മാനിപ്പുലേറ്റീവ് സ്റ്റേജിൻ്റെ മുകളിലായിരിക്കണം. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പ്രൈസ് പോവാൻ, നെക്സ്റ്റ് പ്രൈസ് ഏത് ലിക്വിഡിറ്റി ആയിരിക്കും എടുക്കുക, അതായിരിക്കണം നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡലിൻ്റെ താഴെ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു അക്യുമുലേഷൻ നടന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്താൽ അതിൻ്റെ താഴെ ആയിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് എപ്പോഴും എവിടെയായിരിക്കണം, ഡ്രോ ഓൺ ലിക്വിഡിറ്റി. ഇനി പ്രൈസ് പോവാൻ ചാൻസ് ഉള്ള ലിക്വിഡിറ്റി ഏതാണ്, അല്ലെങ്കിൽ പ്രൈസ് ഇനി ടേക്ക് ഔട്ട് ചെയ്യാൻ പോകുന്ന ലിക്വിഡിറ്റി ഏതായിരിക്കും? ചിലപ്പോൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കാം, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കാം. നിങ്ങളൊരു ബൈ സെനാരിയോയിലാണെങ്കിൽ മാർക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. നിങ്ങളൊരു സെൽ സെനാരിയോ ആണ്, നിങ്ങളൊരു താഴേക്കാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് മാർക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. അതുപോലെ ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, മിറ്റിഗേഷൻ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്, ഇങ്ങനെ പല ഓർഡർ PDRS ഉണ്ട്. ഇതെല്ലാം എന്താണ്, ലിക്വിഡിറ്റീനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. അപ്പം ഇതൊക്കെ കൺസിഡർ ചെയ്യാം ടാർഗറ്റ് വെക്കുന്ന സമയത്ത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡലിൻ്റെ താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ സോണിൻ്റെ താഴെ ആയിരിക്കണം. അല്ലാതെ ടു ക്ലോസ് ആയിട്ടോ ടു ലാർജ് ആയിട്ടോ കൊണ്ടുപോയി വെക്കാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റപ്പിലേക്ക് നോക്കാം. ഈ ഒരു സെറ്റപ്പിൽ നോക്കുന്ന സമയത്ത് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിലുള്ള മാർക്കറ്റിൽ എന്താണ്, ദെർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ ഒരു അക്യുമുലേഷൻ ഇവിടെ ഫോം ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു അക്യുമുലേഷൻ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഒരു അക്യുമുലേഷൻ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഇവിടെ മാനിപ്പുലേഷൻ വന്നത് എവിടെയാണ്? നിങ്ങൾ നോക്കൂ, ഇവിടെ മാനിപ്പുലേഷൻ വന്നത് ഈ ഒരു ക്യാൻഡിലാണ് അല്ലേ? ഈ ഒരു ക്യാൻഡിലാണ് ഇവിടെ മാനിപ്പുലേഷൻ വന്നിട്ടുള്ളത്. ഒബ്വിയസ്ലി മാനിപ്പുലേഷൻ വന്നത് ഇതാണ്. അതുപോലെ തന്നെയാണ് ഈ അക്യുമുലേഷൻ സ്റ്റേജിൻ്റെ ഏറ്റവും ഹൈ എന്ന് പറയുന്നത് ഇതുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്കെന്താണ്, ഒരു അക്യുമുലേഷൻ നടന്നിട്ടുണ്ട്, മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമ്മൾ എവിടെയായിരിക്കണം എൻട്രി എടുക്കേണ്ടത്? ഈ മാനിപ്പുലേഷൻ ലെഗ് എന്ന് പറയുന്നത് ഇതാണ് മാനിപ്പുലേഷൻ ലെഗ് അല്ലേ? അക്യുമുലേഷൻ, അതുപോലെ മാനിപ്പുലേഷൻ. ആ മാനിപ്പുലേഷനിലേക്ക് വരുന്ന സമയത്തായിരിക്കണം നമ്മളുടെ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മളുടെ എൻട്രി ഒബ്വിയസ്ലി വരേണ്ടത് എവിടെയായിരിക്കണം? ഈ ഒരു ഏരിയയിലായിരിക്കണം നമ്മളുടെ എൻട്രി വരേണ്ടത്. സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വരേണ്ടത്?
ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ലോൻ്റെ താഴെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ലോ എന്ന് പറയുന്നത് ഇതാണ്. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ലോ എങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെ ആയിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ്, അതിൽ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കണം നമ്മളുടെ എൻട്രി. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താണ്, ഒബ്വിയസ്ലി എന്താണ്, നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മളെന്താണ് ആ ഒരു രീതിയിലായിരിക്കും ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇവിടുന്ന് മുതലാണ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. ഒബ്വിയസ്ലി ഇവിടുന്ന് മുതലാണ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ. അപ്പോൾ ഇതിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് അറിയാം, സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എപ്പോഴും മാനിപ്പുലേഷൻ നടന്ന ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിൻ്റെ തൊട്ട് താഴെയാണ്. ഓക്കെ, അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, പകരം ഞാൻ ക്ലോസ് ടു എന്നാണ് എൻട്രി എടുത്തതിൻ്റെ തൊട്ട് ബാക്ക് താഴെയായിട്ട്, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ ഒരു 15 പോയിന്റ്. ഒബ്വിയസ്ലി നോക്കൂ, നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ 28 പോയിന്റ് തന്നെ വെക്കണം നിങ്ങൾ. കാരണം അതാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ഫേവറേറ്റ് ലെവല്. അതിനുശേഷം എന്താണ്, ഇൻ കേസ് അത് സ്റ്റോപ്പ് ഔട്ട് ചെയ്താൽ സ്ട്രക്ചർ ഷിഫ്റ്റായി പോവും. അവിടെ ആയിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. ഞാൻ പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് ചെറുങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സീസണൽ ടെൻഡൻസി. ഇതുകൂടി നിങ്ങൾ നോക്കണം. നിങ്ങൾ സീസണൽ ടെൻഡൻസി നോക്കുന്ന ഒരാളാണോ? നിങ്ങൾ മനസ്സിലാക്കാം, ഇതാണ് നിഫ്റ്റി 50ൻ്റെ സീസണൽ ടെൻഡൻസി. സീസണൽ ടെൻഡൻസി എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സീസണൽ ടെൻഡൻസി റെഫേഴ്സ് ടു ദ പാറ്റേൺ ഇൻ വിച്ച് ദ certain asset or market shows consistent behavior during specific times of the year. This concept is particularly relevant for short-term traders as it can help to identify the potential opportunities based on historical trend. എന്ന് വെച്ചാൽ എന്താണ്, ഒബ്വിയസ്ലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജനുവരി, ഫെബ്രുവരി, അങ്ങനെ ഒരു കൊല്ലത്തിലുള്ള 12 മാസത്തിലും ഓവറോൾ ഹിസ്റ്റോറിക്കൽ പീരീഡ് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ്, നമുക്കറിയാം മെയ്യിലാണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് നിഫ്റ്റിയിൽ വലിയൊരു മൊമെൻറ്റം വരുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പം പ്രൈസ് നിൽക്കുന്നത് ഒക്ടോബറിലാണ്. നിങ്ങൾ നോക്കൂ, നമ്മളുടെ സെപ്റ്റംബറിൽ എന്താ സംഭവിച്ചത്? സെപ്റ്റംബറിൽ വലിയൊരു വന്നിട്ടുണ്ട്, ഒരു ഡൗൺഫോൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒക്ടോബർ നമ്മുടെ സീസണൽ ടെൻഡൻസി വെച്ച് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ മന്ത് എന്ന് പറയുന്നത് ഒരു ബൈയിങ്ങും സെല്ലിങ്ങും വലിയൊരു രീതിയിൽ നടക്കുന്നതിന് പകരം ഒരു കൺസോൾട്ടേറ്റ് മാർക്കറ്റാണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ പ്രകാരം എന്താണ്, സീസണൽ ടെൻഡൻസി നിഫ്റ്റി 50യുടെ സീസണൽ ടെൻഡൻസി പ്രകാരം ഒക്ടോബറിൽ എന്താണ്, ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് ഫോം ചെയ്യാൻ സാധ്യത. ഇത് വെറും സാധ്യത മാത്രമാണ്. ഇതെന്താണ് ഈ കോൺസെപ്റ്റ്, സീസണൽ ടെൻഡൻസി എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം എന്താണ്, ഹിസ്റ്റോറിക്കൽ ഡാറ്റ പ്രകാരം ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇങ്ങനെ നടക്കണമെന്നില്ല. പക്ഷെ നമ്മൾ സീസണൽ ടെൻഡൻസി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്, ഓരോ മാസവും നടക്കുന്ന നിഫ്റ്റിയുടെ ഒരു ഫ്ലക്ച്വേഷൻ മൊമെൻറ്റമാണ് നമ്മൾ ഈ ഒരു സീസണൽ ടെൻഡൻസിയിൽ കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒക്ടോബറിലാണ് ഞാനും നീയും എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഈ ഒക്ടോബറിൽ സീസണൽ ടെൻഡൻസി പ്രകാരം നിഫ്റ്റിയുടെ മൊമെൻറ്റ് ഈ ഒരു രീതിയിലാണ് എന്നാണ് സീസണൽ ടെൻഡൻസി പ്രകാരം പറയുന്നത്. ഇത് ഒബ്വിയസ്ലി ഫുള്ളി നിങ്ങൾ അബ്സോർബ് ചെയ്തെടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കൺക്ലൂഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 5 മിസ്റ്റേക്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഒന്നും കൂടി നമ്മൾ റിവിഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബയാസും സ്ട്രക്ചറും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാത്തതാണ്. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ കൺഫർമേഷൻ നോക്കാത്തത്. മൂന്നാമത്തത് എന്താണ്, നമ്മൾ വാലിഡ് ആയിട്ടുള്ള സെറ്റപ്പ് നോക്കാത്തത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഫാക്ടറൽ കൺഫർമേഷൻസ് നോക്കാത്തത്. അതുപോലെ തന്നെ നമ്മളുടെ ഇംപ്രോപ്പർ SL, അതുപോലെ തന്നെ ഇംപ്രോപ്പർ ടാർഗറ്റിൻ്റെ പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഒരു 5 മിസ്റ്റേക്സ് നിങ്ങൾ വരുത്താതെ ശ്രദ്ധിക്കുക. ഓക്കെ, വരുത്തി പോകും, നമ്മൾ ഹ്യൂമൻസ് ആണ്. അപ്പോൾ എന്താണ്, സ്റ്റീഫൻ പാർക്കിൻസൻ്റെ ഒരു കോട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, എവ്രി വൺ മേക്സ് മിസ്റ്റേക്സ്. ഞാനും നീയും എല്ലാവരും മിസ്റ്റേക്സ് വരും, നമ്മൾ ഹ്യൂമൻസ് ആണ്. ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു മേക്ക് ദ സെയിം മിസ്റ്റേക്ക് ട്വൈസ്. ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് പഠിക്കുക, അത് എഴുതി വെക്കുക, അത് പഠിക്കുക, അതൊന്നൊരു ലെസൺ ഉൾക്കൊള്ളുക. ആ സെയിം മിസ്റ്റേക്സ് ഇനി വരാതെ നോക്കുക. അത്രയേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു.